morning, sir. Morning, sir. Good morning, sir. Morning, sir. Morning, sir. 2 minutes past. Okay. Naurin. Naurin. Naurin Fatima. നെറ്റിഷ്യൂ ആണോ? ആ നെറ്റിഷ്യൂ ആയിരിക്കും. ആമിന അഷ്റഫ്. നിങ്ങൾ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യണം കേട്ടോ, അല്ലാണ്ട് നിങ്ങൾ ഇനി ആ കൈയൊക്കെ എടുത്ത് ഇങ്ങനെ വന്ന് കുത്തി എത്ര പോകുന്നത്. പെട്ടെന്ന് വിളിക്കുമ്പോ തന്നെ റെസ്പോണ്ട് ചെയ്യാം. എന്താണ് നമ്മളൊരു ഡെൻസർ മീഡിയത്തിൽ നിന്ന് റയറർ മീഡിയത്തിലേക്കാണ് ലൈറ്റ് കണ്ണടച്ച് ആ വീഡിയോ ഓഫ് ആയിപ്പോ എന്ത് വീഡിയോ ഓഫ് ആണല്ലോ, വീഡിയോ ഓൺ ചെയ്യാ. ക്വസ്റ്റ്യൻ ചോദിക്കുക. വീഡിയോ ഓണാണ്. ആണോ? പോട്ടെ. കണ്ണടച്ചേ. കണ്ണടച്ചു. കണ്ണടച്ചിട്ടുണ്ടോ? ആ. ഓ ഓക്കെ. അപ്പോ ഡെൻസർ മീഡിയത്തിൽ നിന്ന് റയറർ മീഡിയത്തിലേക്കാണ് ലൈറ്റർ പോകുന്നതെങ്കിൽ അത് നോർമലിനോട് ആലോചിച്ച് ഉത്തരം പറഞ്ഞേ. നോർമലിനോട് ചേർന്നായിരിക്കും നോർമലിൽ നിന്ന് അകന്നായിരിക്കും പോവാ. ഡെൻസറിൽ നിന്ന് റയററിലേക്ക്. ടുവേർഡ്സ് നോർമൽ. ഡെൻസറിൽ നിന്ന് റയററിലേക്കാണ് ഈ ടുവേർഡ്സ് നോർമൽ എന്നാണ് പറയുന്നത്. സ്വാലിഹ ശരിയാണോ? അല്ല. അതെന്ത് നോർമൽ ഹെവിയാണ്. പിന്നെന്താ ആമിന ഇങ്ങനെയൊക്കെ പറയുന്നത്? അറിയില്ല അല്ലെ? അത് ആമിനൊക്കെ അറിയാവുള്ളൂ അല്ലെ? ഓക്കെ. അരീന. ഓക്കെ. അരീന കേൾക്കുന്നുണ്ടോ? ഇനി ശ്രദ്ധിച്ചോളണം കേട്ടോ. ഓക്കെ. ഇനി റയറർ മീഡിയത്തിലേക്ക് ഡെൻസർ മീഡിയത്തിൽ നിന്നുമാണ് ലൈറ്റർ വരുന്നതെങ്കിലോ? ഡെൻസ് എവേ ഫ്രം ദ നോർമൽ. എപ്പോഴും ഡെൻസ് എവേ ആണല്ലേ? സെയിം ക്വസ്റ്റ്യൻ ആണല്ലേ? ഓക്കെ. ചിലർ താളത്തിനനുസരിച്ച് മാറ്റി പറയാം അവരെ പിടിക്കാൻ വേണ്ടി. ഓക്കെ, കുഴപ്പമില്ല. ഹന ഫാത്തിമ. ഇനിയോ? ഡെൻസർ മീഡിയത്തിലേക്ക് റയറർ മീഡിയത്തിൽ നിന്നുമാണെങ്കിലോ? ടുവേർഡ്സ് നോർമൽ ആണ്. ഹാരിസ്. സാർ റയറർ മീഡിയത്തിൽ നിന്നും ഡെൻസർ മീഡിയത്തിലേക്കാണെങ്കിലോ? ടുവേർഡ്സ് നോർമൽ.
ടുവേർഡ്സ് നോർമൽ. ഇങ്ങനെയൊക്കെ മറച്ചും ചിരിച്ച് എന്ത് ചോദിച്ചാലും അത് പറഞ്ഞോളണം കേട്ടോ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി റുക്സാന, Sir, what is the relationship between optical density and the speed of light? when optical density increases, speed of light decreases. ഓക്കെ, അതാട്ടെ വേണ്ടേ. ഞാൻ വീണ്ടും ഓർപ്പിക്കുന്നു, പലരും എക്സാമിന് വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ആൻഡ് സ്പീഡ് ഓഫ് ലൈറ്റ് എന്ന് ചോദിച്ചപ്പോൾ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഇൻഫ്ലുവൻസ് സ്പീഡ് ഓഫ് ലൈറ്റ് എന്ന് കേട്ടാ. ഓക്കെ, ഇവര് തമ്മിലുള്ള ബന്ധം എന്താന്ന് ചോദിക്കുമ്പോൾ ഇവര് തമ്മിൽ ബന്ധം ഉണ്ടെന്നാണ് ആൻസർ ചെയ്യേണ്ടത് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ള തെറ്റുകളൊക്കെ വരുമ്പോഴാണ് ചില കുട്ടികൾക്കൊക്കെ A+ന്നൊക്കെ താഴെ പോകുന്നത്. ചെറിയ ചെറിയ കാര്യം അവർക്ക് ആൻസർ അറിയായിരിക്കും, പക്ഷെ എന്താണ് ക്വസ്റ്റ്യൻ എന്ന് വായിച്ച് മനസ്സിലാക്കുക. ഓക്കെ, ആഷ്ന മോൾ, ഈ സ്പീഡ് ഓഫ് ലൈറ്റിന്റെ ടേംസിൽ എയർ, വാട്ടർ, ഗ്ലാസ്, ഡയമണ്ട് ഒന്ന് പറയാവോ? സ്പീഡ് ഓഫ് ലൈറ്റ് വെച്ചിട്ട് എയറിലാണോ ഏറ്റവും കൂടുതൽ, അത് എയറിൽ കുറവായിരിക്കോ? കുറവായിരിക്കില്ലേ എയറിൽ സ്പീഡ്? എയറിലായിരിക്കും ഏറ്റവും കുറവ് അല്ലെ? ബാക്കി എയറിലാണ് ഏറ്റവും കൂടുതൽ. എയറിലാണ് ഏറ്റവും കൂടുതൽ. ആഹാ, പിന്നെ ബാക്കിയോ? എയർ, വാട്ടർ, ഗ്ലാസ്, ഡയമണ്ട്. എയർ, വാട്ടർ, ഗ്ലാസ്, ഡയമണ്ട് അല്ലെ? ഓക്കെ, അപ്പൊ ഏറ്റവും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയത് എയറിന് തന്നെയല്ലേ? അല്ല, ഡയമണ്ട്. ഡയമണ്ടിനാണോ? ഓക്കെ, അപ്പൊ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതൽ ഡയമണ്ടിനാണ് കേട്ടോ. ഞാൻ ഓർത്ത പോലെ ഈ 4 മീഡിയത്തിന് മാത്രം നിങ്ങൾ ആ പൈസയുടെ ഇത് വെച്ച് നോക്കിയാൽ മതി. എയറിനേക്കാളും കൂടുതൽ വാട്ടറിന്, വാട്ടറിനേക്കാളും കൂടുതൽ ഗ്ലാസിന്, ഗ്ലാസിനേക്കാളും കൂടുതൽ ഡയമണ്ട് കേട്ടോ. ഇന്നത്തെ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ളത് പക്ഷെ എയർ ആണ് കേട്ടോ. ഓക്കെ, അത് എയർ കിട്ടാണ്ടാവുമ്പോഴാണ് മനസ്സിലാവുള്ളൂ. ഓക്കെ, ഫാത്തിമ സുബൈർ, എല്ലാം ആയില്ലോ ഫാത്തിമ. ഇനിയിപ്പോ ഫാത്തിമ അടുത്ത് എന്താ ചോദിക്കുക? ഫാത്തിമ റിഫ്രാക്ഷൻ, ഫാത്തിമ ബുക്ക് നോക്കുകയാണ്. റിഫ്രാക്ഷൻ 2 എക്സാമ്പിൾ പെട്ടെന്ന് പറഞ്ഞു, നമുക്ക് നിർത്തുക. ബുക്കിലേക്ക് കണ്ണു പോരുത്, കണ്ണടച്ചേ, ആ കണ്ണ് രണ്ടും അടച്ചേ. എങ്ങനെ അടച്ചോ? ഓക്കെ, എന്നിട്ട് പറഞ്ഞു. റിഫ്രാക്ഷൻ 2 ഡെയിലി ലൈഫ് എക്സാമ്പിൾ. ഓഡിയോ ഓഫ് ചെയ്തിട്ട് പോയാ ഫാത്തിമ? അറിയില്ല എന്ന് പറയാം. അടുത്ത ആളുടെ പോകാനല്ലേ, എനിക്ക് സമയം കളയാനില്ല. അറിയില്ലല്ലോ. അറിയില്ല, അപ്പൊ എഴുതി പഠിച്ചോ. അമാനിലാഹി, റിഫ്രാക്ഷൻ 2 എക്സാമ്പിൾ പറഞ്ഞേ. എന്തെല്ലാം എക്സാമ്പിൾ ആണോ റിഫ്രാക്ഷന്? കൺമുന്നിലൊക്കെ എന്തോരം എക്സാമ്പിൾ നമ്മൾ എത്ര എണ്ണം ചെയ്തു പറഞ്ഞോ? Coin placed at the bottom of the flask and appears to be. അത് തന്നെ, coin placed at the bottom of vessel appear to be raised കേട്ടോ അല്ലേ? ബോട്ടം ഓഫ് വെസൽ വിത്ത് വാട്ടർ എന്ന് പറയണം. വാട്ടർ ഇല്ലെങ്കിൽ റൈസ്ഡ് ആയിട്ട് തോന്നൂല കേട്ടോ. വാട്ടർ ഉള്ള ഒരു വെസലിൽ വെച്ചിരിക്കുന്ന ഒരു കോയിൻ ഉയർന്നതായിട്ട് കാണുന്നു. റിഫ്രാക്ഷൻ എക്സാമ്പിൾ അല്ലേ ഇത്? ഓക്കെ, ഒരു എക്സാമ്പിളോടെ പറഞ്ഞു കൊടുത്തേ തഫ്സി അൻസാരി, ഒരു എക്സാമ്പിളോടെ പറഞ്ഞു കൊടുത്തേ. Bottom of the pond and the tank seen raised and water is. എപ്പോഴും സീംസ് എന്നോ അപ്പിയർ എന്നൊക്കെ ചേർത്തോളൂ. ഇതൊക്കെ തോന്നലാണ് കേട്ടോ, ഇത് ശരിക്കും നടന്നിട്ടില്ല. അതുകൊണ്ട് അവിടെ സീംസ് എന്നോ അപ്പിയർ ടു എന്നൊക്കെ ചേർത്തോ. എന്താണ്? പോണ്ടിന്റെ അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ ബോട്ടം കുറച്ച് ഉയർന്നതായിട്ട് നമുക്ക് കാണുന്ന എക്സാമ്പിൾ ആണ്. വെരി ഗുഡ്, വെരി ഗുഡ്. നൗറിൻ ഫാത്തിമ, ഒരെണ്ണം കൂടി. നൗറിൻ ഫാത്തിമ, നെറ്റ് ഇഷ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കണം കേട്ടോ. നിങ്ങൾക്കിപ്പോ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ കിട്ടുന്നില്ലെങ്കിൽ. ഷബാന സൈനുദ്ദീൻ, ഷബാന ഇപ്പൊ ആൻസർ റെഡിമെയ്ഡ് തയ്ച്ചു വെച്ചിരിക്കുകയായിരിക്കും അല്ലെ? പറഞ്ഞു തന്നാല് കുഴപ്പമില്ല. പറഞ്ഞോ, ഒരു എക്സാമ്പിളും പറഞ്ഞോ. Pencil appears when it partially dipped in water. പെൻസിൽ Appears. പെൻസിൽ അപ്പിയേഴ്സ് ടു ബി എന്താണ്, എന്തായിട്ടാ അപ്പിയർ ചെയ്യുന്നത്? Rise. റൈസ്. പെൻസിൽ ഉയർന്നതായിട്ട് കാണോ? Deviate ചെയ്തോ? പെൻസിൽ ഡിവൈറ്റ് ചെയ്തോ? ബെൻഡ്, ഒടിഞ്ഞു അല്ലെ? ഒടിഞ്ഞു എന്നും പറയാൻ പറ്റില്ല. ഒടിഞ്ഞെങ്കിൽ പിന്നെ ആ പെൻസിൽ നിങ്ങൾ എങ്ങനെ നിവർത്തിയെന്ന് ഞാൻ ചോദിക്കും കേട്ടാ. ഒടിഞ്ഞിട്ടില്ല. അപ്പിയർ ടു ബി ബെൻഡ് അല്ലെങ്കിൽ സീംസ് ടു ബി ബെൻഡ്. ബെൻഡ് ചെയ്ത പോലെ തോന്നി, ഒടിഞ്ഞതുപോലെ തോന്നി, അങ്ങനെ വേണം പറയാനായിട്ട്. ഓക്കെ, ഇത്രയും ക്ലിയർ ആണല്ലോ? ഇത് ഓരോ ദിവസം നിങ്ങൾ ഇങ്ങനെ പഠിച്ച് ക്ലിയർ ആക്കി പോയി കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് ബൈ വീക്കിലേക്ക് മാർക്ക് കിട്ടും. ഈ ബൈ വീക്കിലേക്ക് ഇങ്ങനെ മാർക്ക് ഓരോ ബൈ വീക്കിലും ക്ലിയർ ആക്കി പോയി കഴിഞ്ഞാൽ ഫൈനൽ എക്സാമും കുഴപ്പമുണ്ടാവില്ല.
അപ്പൊ ഓരോ ചെറിയ കാര്യങ്ങൾ കറക്റ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് വലിയ കാര്യം ശരിയാവുന്നതാണ് കേട്ടോ. ഓക്കെ, ആ സാറാ ചോദിച്ചോ, ഇതിനെ കുറിച്ചാണോ? ഇതിനെ കുറിച്ച് കൂടുതലൊന്നും പറയാൻ അറിയില്ല, അറിയാവുന്നതാണ് പറഞ്ഞത്. സാറാ പറഞ്ഞോ. സാർ എന്റെ ക്യാമറ ഓഫ് ആയി പോകുന്നു, ഞാൻ ലെഫ്റ്റ് ആയിട്ട് റീജോയിൻ ചെയ്തു. ലെഫ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്തു. യെസ്, ഓക്കെ. ഇനി എല്ലാവരും ഇതെടുത്തേ, ബുക്ക് എടുത്തേ. ഓക്കെ, നമുക്കിന്ന് പുതിയൊരു സംഭവം പഠിക്കാൻ പോവാണ്. ഓക്കെ, മാഗ്നിഫിക്കേഷൻ എന്നുള്ള ഒരു കോൺസെപ്റ്റുമായിട്ട് കുറച്ച് ബന്ധമുള്ളൊരു, ഇതിലൊരു റിഫ്രാക്ഷനിലൊരു കോൺസെപ്റ്റ് ആണ്. അത് വേറെ പറയാം. മാഗ്നിഫിക്കേഷന് ബന്ധം എന്ന് പറഞ്ഞാൽ അത് ഡയറക്റ്റ് ബന്ധം ഉണ്ടെന്നല്ല. മാഗ്നിഫിക്കേഷനിൽ നമ്മൾ എന്താണ് ചെയ്തത്? മാഗ്നിഫിക്കേഷനിൽ ആരെങ്കിലും പറയാമോ? ഭീമ നവാസ് പറഞ്ഞോ. മാഗ്നിഫിക്കേഷനിൽ നമ്മൾ എന്താ ചെയ്തേ? എന്താണ് നമ്മൾ മാഗ്നിഫിക്കേഷൻ കൊണ്ട് ഉദ്ദേശിച്ചത്? എന്നെ പേടിപ്പിക്കില്ല. എന്താണ് മാഗ്നിഫിക്കേഷൻ കൊണ്ട് ഉദ്ദേശിച്ചതെന്ന് മാത്രം പറഞ്ഞാൽ മതി. ഒരു റേഷ്യോ, ഹൈറ്റ് ഓഫ് ഇമേജിന്റെ ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന റേഷ്യോ. റേഷ്യോ എന്ന് പറഞ്ഞാൽ പിന്നെ പ്രശ്നം. സൈസ് കമ്പയർ ചെയ്തു എന്ന് പറഞ്ഞ പോരെ. സൈസ് കമ്പയർ ചെയ്തു അല്ലെ? നമ്മൾ എന്ത് ചെയ്തു? ഒരു ഒബ്ജക്റ്റിന്റെ സൈസും ഇമേജിന്റെ സൈസും നമ്മൾ കമ്പയർ ചെയ്യുകയല്ലേ ചെയ്തേ? ഓക്കെ, ഇവിടെ നമുക്ക് കമ്പയർ ചെയ്യാൻ എന്താ ഉള്ളത്? ലൈറ്റിന്റെ സൈസ് ആണ് നമ്മൾ കമ്പയർ ചെയ്യാൻ പോണേ. ലൈറ്റ് എത്ര വലുതാണെന്നുള്ള. അനീറ്റ ജോസ് പറഞ്ഞോ, ഇവിടെ എന്താ നമുക്ക് കമ്പയർ ചെയ്യാനുള്ളത്? ഇതുവരെ പഠിച്ചിട്ട് എന്തെങ്കിലും കമ്പയർ ചെയ്യാനുണ്ടോ? രണ്ട് മീഡിയത്തിലെ ലൈറ്റിന്റെ എന്തെങ്കിലും പ്രത്യേകത നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുമോ? സ്പീഡ് ഓഫ് ലൈറ്റ് ആണോ? ആണ്, പിടിക്ക്. സ്പീഡ് ഓഫ് ലൈറ്റ് അല്ലെ? ഇവിടെ നമുക്ക് കമ്പയർ ചെയ്യാനുള്ള എന്താണ്? സ്പീഡ് ഓഫ് ലൈറ്റ്. അപ്പൊ എങ്ങനെയൊക്കെ കമ്പയർ ചെയ്യാം? ഇപ്പൊ നമ്മളെല്ലാരും ഓടുവാണ്. ഓക്കെ, നമ്മളെല്ലാരും റോഡിൽ ഇറങ്ങി ഓടുവാണെന്ന് വിചാരിച്ചോ. അപ്പൊ ഞാൻ പറയുവാണ്, അനീറ്റ ഓടുന്നതിന്റെ ഒരു പകുതി സ്പീഡിലാ ഫാത്തിമ ഓടുന്നതെന്ന് പറയും അല്ലെ? അതായത് അനീറ്റ ഓടുന്നതിന്റെ ഒരു ഹാഫ് ടൈംസ്. ഓക്കെ, അല്ലെങ്കിൽ എനിക്ക് എന്ത് പറയാം? നൗറിന് ഓടുന്നതിന്റെ ഒരു 2 ടൈംസ് സ്പീഡിലാണ് റുക്സാന ഓടുന്നതെന്ന് പറയാം. അല്ലെങ്കിൽ എന്ത് പറയാം? അൽഹ ഓടുന്നതിന്റെ ഒരു പകുതി സ്പീഡിലാണ് ആരോടുന്ന അഫ്നാൻ അബു. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമുക്ക് കമ്പയർ ചെയ്യാലോ. ഓക്കെ, അപ്പൊ ഇങ്ങനെ കമ്പയർ ചെയ്യുവാണ്. റിലേറ്റീവ്, ഞാൻ റിലേറ്റീവ് എന്ന് പറഞ്ഞ വാക്ക് ഉൾപ്പെടുത്തുവാട്ടോ അതിനകത്തേക്ക്. റിലേറ്റീവ് ആയിട്ട് നമ്മൾ ഈ സ്പീഡ് കമ്പയർ ചെയ്യാൻ പോവാണ്. ഓക്കെ, അതായത് വിത്ത് റെസ്പെക്ട് ടു, ഇപ്പൊ എന്ത് പറയാം? ഫാത്തിമ വിത്ത് റെസ്പെക്ട് ടു ആദിൽ എന്ന് പറയാം, അല്ലെങ്കിൽ അൽഹ വിത്ത് റെസ്പെക്ട് ടു ഫാത്തിമ, അല്ലെങ്കിൽ ഹാരിസ് വിത്ത് റെസ്പെക്ട് ടു അൽസാബിത്ത്. ഇങ്ങനെ പരസ്പരം കമ്പയർ ചെയ്യാം. നമ്മൾ നേരത്തെ പഠിച്ചു ഹൈറ്റ് ഓഫ് ദി ഇമേജ് വിത്ത് റെസ്പെക്ട് ടു ദി ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്ട്. ഇത് കമ്പാരിസൺ ആണ്. നമുക്ക് സ്പീഡ് കമ്പയർ ചെയ്തല്ലേ പറയാൻ പറ്റുള്ളൂ, അല്ലാണ്ട് സ്പീഡ് പറയാൻ പറ്റുമോ? പറയാൻ പറ്റും. ഞാൻ നേരത്തെ ഹൈറ്റ് ചോദിച്ച പോലെയാണ്. സ്പീഡ് നമുക്ക് കമ്പയർ ചെയ്യാണ്ട് പറയാൻ പറ്റും. ചിലപ്പോൾ ഞാൻ നല്ല സ്പീഡിലായിരിക്കും ഓടണേ, പക്ഷെ എന്നെക്കായി സ്പീഡിൽ ഓടുന്ന ആളാണ് ഉസൈൻ ബോൾട്ട് അല്ലെ? ഓക്കെ, അപ്പൊ നമുക്ക് ഞാൻ നല്ല സ്പീഡിലാന്ന് പറയണമെങ്കിൽ എനിക്കത് കമ്പയർ ചെയ്തിട്ടേ പറയാൻ പറ്റുള്ളൂ, അല്ലാണ്ട് ഞാൻ ഭയങ്കര സ്പീഡ് എന്ന് പറയാൻ പറ്റില്ല അല്ലെ? അതുപോലെ തന്നെ ഹൈറ്റ്, ഒരു സാധനം വലുതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അത് കമ്പയർ ചെയ്തിട്ടേ പറയാൻ പറ്റുള്ളൂ. ചിലപ്പോൾ അതിലും വലുതുണ്ടാവൂലേ? അതുകൊണ്ട് കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെയും നമ്മൾ സ്പീഡിനെ നമ്മൾ കമ്പയർ ചെയ്തിട്ടാ പറയാ. കമ്പയർ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താണ് മാത്തമാറ്റിക്സിൽ യൂസ് ചെയ്യുന്നത്? ആർക്കൊക്കെ അറിയാം? കമ്പയർ ചെയ്യാൻ വേണ്ടി മാത്തമാറ്റിക്സിൽ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ എന്താണെന്ന് ആർക്കൊക്കെ അറിയാം? ഒന്ന് കൈ പൊക്കി, കൈ ഇങ്ങനെ ക്യാമറ കാണട്ടെ, മിടുക്കുകളെ മിടുക്കന്മാരെയൊക്കെ കാണട്ടെ. ഇതാ കമ്പയർ ചെയ്യാൻ വേണ്ടി മാത്ത്. ഇതേ ചോദ്യം ഞാൻ മാഗ്നിഫിക്കേഷനിൽ ചോദിച്ചാണ്, നിങ്ങൾ ഉത്തരം പറഞ്ഞതുമാണ്, അതുകൊണ്ട് പറയുന്ന കേട്ടോ. ഒന്ന് കൈ പൊക്കി. കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്തമാറ്റിക്സിൽ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ. ഓക്കെ, കൊള്ളാം കൊള്ളാം കൊള്ളാം. ആരാ പറയാ? അനശ്വര പറഞ്ഞോ. റേഷ്യോ, മിടുക്കി. ഇത് ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കണവർക്കേ കിട്ടുള്ളൂ ഇങ്ങനെയുള്ള ആൻസറുകളൊക്കെ കേട്ടാ. അതുകൊണ്ട് റേഷ്യോ വെച്ചിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇനി കൂടുതൽ കത്തി വെക്കുന്നില്ല. നമുക്ക് ആദ്യം തന്നെ എന്തെന്ന് ഹെഡിങ് കൊടുക്കാം? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് ഹെഡിങ് കൊടുക്കാം. ഓക്കെ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് ഹെഡിങ് കൊടുക്കാം. ഓക്കെ, ഇപ്പൊ നിങ്ങൾ വിചാരിക്കണ്ടാവും ഈ പുള്ളി ആദ്യം ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ കുറെ പേടിപ്പിച്ചു. ഇപ്പൊ പുതിയൊരു വേർഡും കൊണ്ട് വന്നേക്കുവാണ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ലെ? ഇനി ഞങ്ങളെ ഓരോ ഇടങ്ങേറലാക്കാൻ വേണ്ടിയിട്ട് പുതിയൊരു വാക്ക്. എങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. ഒപ്റ്റിക്കൽ ഡെൻസിറ്റിക്ക് പകരം ഉപയോഗിക്കാൻ പറ്റുന്ന വേർഡ് തന്നെയാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഓക്കെ, അതായത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനും ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയും പറയുന്നത് ഏകദേശം ഒരേ കാര്യം തന്നെയാണ്. മനസ്സിലായ? അതായത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഒരു മീഡിയം ഒരു മീഡിയം ലൈറ്റിനെ എത്രമാത്രം സ്ലോ ഡൗൺ ചെയ്യുന്നു എന്ന് കാണിക്കുന്ന ഒരു നമ്പറാണ്. ഇത് തന്നെയല്ലേ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി.
ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്താ? ഒരു മീഡിയത്തിൽ ലൈറ്റ് എത്രമാത്രം സ്ലോ ഡൗൺ ആവുന്നു എന്ന് കാണിക്കുന്നു. നമ്പർ അല്ലല്ലോ അത്. ഇതിൽ നമ്മളൊരു വാല്യൂ വെച്ചിട്ട് പറയുവാണ്. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. അപ്പൊ ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ എന്തെന്ന് പറയാന്നറിയോ? ഒരു മീഡിയം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അത് ഒപ്റ്റിക്കലി ഡെൻസർ ആണെന്നാണ്. ഓക്കെ, ഒരു മീഡിയത്തിന് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അത് ഒപ്റ്റിക്കലി റയറർ മീഡിയം ആണെന്നാണ്. അതുകൊണ്ട് നിങ്ങൾ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഇതും കൺഫ്യൂസ്ഡ് ആവണ്ട. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ത് കാര്യമാണോ പറയുന്നത് അതേ കാര്യം തന്നെയാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സും പറയുന്നത്. ഓക്കെ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സും കാണിക്കുന്നത് ഒരു മീഡിയത്തിലൂടെ ലൈറ്റ് എത്രമാത്രം സ്ലോ ഡൗൺ ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പൊ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 2 ആണ്, വേറൊരു മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 3 ആണെങ്കിൽ അതിന്റെ അർത്ഥം ഇതിനേക്കാളും കൂടുതൽ ലൈറ്റിന് ആ 3 കിട്ടിയ മീഡിയം സ്ലോ ഡൗൺ ചെയ്യുന്നു എന്നാണ്. അപ്പൊ കൂടുതൽ ഒപ്റ്റിക്കലി ഡെൻസർ രണ്ടാമത്തെ മീഡിയ ആയിരിക്കും, 3 കിട്ടിയ മീഡിയ ആയിരിക്കും. ഓക്കെ, അപ്പൊ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ വാല്യൂ കൂടുന്തോറും അത് ലൈറ്റിനെ കൂടുതൽ 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 സ്ലോ ഡൗൺ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് അതിന്റെ മീനിങ്. ഓക്കെ, അപ്പൊ ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് ജനറൽ ആയിട്ട് ഒരു എക്സ്പ്ലനേഷൻ ഉണ്ട്. അത് വേണമെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റിലൊന്നും കാണില്ല, അത് എക്സാമിന് നിങ്ങൾ പഠിക്കുകയും വേണ്ട, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, നിങ്ങൾക്ക് ഒരു ബോധം ഉണ്ടാകാൻ വേണ്ടിയിട്ട് കേട്ടോ. ജസ്റ്റ് എന്താണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാണിക്കുന്നതെന്ന്. ഓക്കെ, എഴുതിക്കോ. ഇറ്റ് ഷോസ്, ഇതിൽ ബോർഡിൽ എഴുതണോ അതോ വായിച്ചാൽ മതി? ബോർഡിൽ എഴുതണം എന്നുള്ളത് കൈവയ്ക്ക്. ബോർഡിൽ എഴുതണം എന്നുള്ളവര് ആരെങ്കിലും ഉണ്ടോ? ബോർഡിൽ എഴുതി തരണം? ഇല്ല, എഴുതിക്കൊള്ളോ? ഓക്കെ, എഴുതിക്കോ. ഇറ്റ് ഷോസ് ഹൗ സ്ലോ ലൈറ്റ് ട്രാവൽസ് ഇൻ വൺ മീഡിയം കമ്പയർഡ് ടു അനദർ. ഇത് കമ്പാരിസൺ ആണ് കേട്ടോ. ഇറ്റ് ഷോസ് ഹൗ സ്ലോ ലൈറ്റ് ട്രാവൽസ് ഇൻ വൺ മീഡിയം കമ്പയർഡ് ടു അനദർ. സ്പീഡ് കൂടുതലാണോ? സ്പീഡ് കൂടുന്നില്ല? കുറച്ചോളാം. സ്പീഡ് ഒത്തിരി കുറയ്ക്കാൻ എനിക്ക് ഭയങ്കര പേടിയാണ്. കാരണം സ്പീഡ് ഒത്തിരി കുറച്ചാൽ നിങ്ങൾ ബോറടിക്കും. ഞാൻ ഇവിടെ വന്നിട്ട് ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഷോസ്. ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് മടുത്തു പോകും പെട്ടെന്ന്. അതുകൊണ്ടാണ് കുറച്ച് സ്പീഡ് കൂട്ടുമ്പോൾ ആ ഇതിലങ്ങ് നീളും. ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് കുറയ്ക്കാം, കുഴപ്പമില്ല. ഓക്കെ, കഴിഞ്ഞോ? ഞാൻ പറയാം. ഇറ്റ് ഷോസ് ഹൗ സ്ലോ light travels in one medium. It shows how slow light travels in one medium compared to another. അതിനുവേണ്ടി നമുക്ക് റെഫറൻസ് എന്നോ, ഓക്കെ, റെഫറൻസ് ആയിട്ട് അത് പറയാം. ഒരു മീഡിയത്തെ വേണമെങ്കിൽ റെഫറൻസ് എന്ന് ബ്രാക്കറ്റിൽ എഴുതിക്കോ. ഒരാളെ റെഫറൻസ് ആക്കി വെച്ചിട്ട്. ഓക്കെ, ഇപ്പൊ അഫിന്റെ വീട്ടിൽ പറയണ്ടാവും, നിനക്ക് അയാനെ പോലെ പഠിച്ചുകൂടെ? അയാനൊക്കെ എത്ര മാർക്കാ ബൈവീക്ലിക്ക് മേടിക്കണം, നിനക്ക് അതുപോലെ എക്സാമിന് പഠിച്ചുകൂടെ എന്ന് പറയും അല്ലെ? ചിലപ്പോ അതുപോലെ അമീന്റെ വീട്ടിൽ പറയണ്ടാവും, മാനിലായിനെ പോലെ നിനക്ക് നന്നായിട്ട് പഠിച്ചുകൂടെ. അത് ഒരു കമ്പാരിസൺ ആണ്. അവിടെയും അവരൊരു കമ്പാരിസൺ ആണ് ചെയ്യുന്നത് അല്ലെ? ഇവിടെയും ഒരു കമ്പാരിസൺ ആണ്. ഇവിടെ മാർക്ക് ബൈവീക്ലിയുടെ മാർക്കല്ലേ, ഇവിടെ സ്പീഡ് ആണെന്നുള്ളൂ. ഓക്കെ, ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. നമ്മൾ കമ്പയർ ചെയ്യുവാണ് രണ്ട് മീഡിയം. ഓക്കെ, ഒന്നുകൂടി പറയാം. ഇറ്റ് ഷോസ് ഹൗ സ്ലോ ലൈറ്റ് ട്രാവൽസ് ഇൻ വൺ മീഡിയം കമ്പയർഡ് ടു അനദർ. ഒരു മീഡിയത്തിനെ അപേക്ഷിച്ച് മറ്റൊരു മീഡിയത്തിൽ ലൈറ്റ് എത്ര സ്ലോ ആയിട്ട് ട്രാവൽ ചെയ്യുന്നു എന്നുള്ളതാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് സൂചിപ്പിക്കുന്നത്. അപ്പൊ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താണ് നമുക്ക് തരുന്നത്? ആ മീഡിയത്തിൽ എത്ര സ്ലോ ആയിട്ടാണ് ലൈറ്റ് ട്രാവൽ ചെയ്യുന്നു എന്ന് ഉള്ള തിരിച്ചറിവാണ് നമുക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൽ നിന്ന് കിട്ടുന്നത്. ഓക്കെ ആണല്ലോ? ഒന്നുകൂടെ പറയണോ? ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഓക്കെ, ഇനി അപ്പോ നമ്മൾ ഇങ്ങനെ ഇതിനെ കമ്പയർ ചെയ്യുവാണല്ലോ, ഓരോ മീഡിയത്തിനെ പരസ്പരം നമ്മൾ കമ്പയർ ചെയ്യുകയാണ്. അപ്പൊ ഇതിന് നമ്മൾ ഒരു പുതിയൊരു വേർഡ് കൊണ്ടുവരുവാണ്, റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അപ്പൊ ഹെഡിങ് കൊടുക്കുക, റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. സാർ, ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയുടെ വേറെ റേഷ്യോ വെച്ച് നമ്മൾ പറയുന്നതാണ് റിലേറ്റീവ് ഇൻഡെക്സ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉദ്ദേശിക്കുന്നതും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉദ്ദേശിക്കുന്നതും ഒരേ കാര്യമാണ്. ഇത് റേഷ്യോ ആണെന്നല്ലേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരു നമ്പർ ആണെന്നുള്ളൂ. ഇതൊരു നമ്പർ വെച്ച് പറയുന്നു. ഓക്കെ, ഇനി നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് രണ്ട് നെയിമിലാണ് നമ്മൾ പറയാ. ഓക്കെ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നിങ്ങൾ ഒന്നല്ലെങ്കിൽ പറയാ റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്നാണ്, അല്ലെങ്കിൽ പറയാ അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. രണ്ട് മീനിങ് ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ എക്സാമിന് ചോദിക്കുക, ഒന്നല്ലേ റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയിരിക്കും, അല്ലെങ്കിൽ അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇത് രണ്ടുമാണ് മെയിൻ ആയിട്ടും അറിഞ്ഞിരിക്കുന്നത്. എന്താണ് റിലേറ്റീവ്, എന്താണ് അബ്സല്യൂട്ട്, എന്നാലാണ് ആ വ്യത്യാസം അറിയാൻ പറ്റുള്ളൂ. ആദ്യം തന്നെ എഴുതുക റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്.
എനിക്കൊരു പണിയാവും. ആ റിലേറ്റീവ് മാറ്റി അബ്സല്യൂട്ട് ആദ്യം പറയാം, അതായിരിക്കും എളുപ്പം. അബ്സല്യൂട്ട് എഴുതി റിലേറ്റീവ് എന്ന് മാറ്റിയിട്ട് എന്താക്കുക, അബ്സല്യൂട്ട് എന്നാക്കിക്കോ. അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ശരിക്കും മനസ്സിലാക്കിക്കോളണം, ചോദിച്ചോളണം. ചില കുട്ടികൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായി റേഷ്യോ എന്നൊക്കെ കാണുമ്പോൾ കേട്ടോ. അതുകൊണ്ട് ശരിക്കും മനസ്സിലാക്കിക്കോളണം. അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഓക്കെ, റിലേറ്റീവ് ഞാൻ ഇത് കഴിഞ്ഞിട്ട് പറയാം. ഓക്കെ, നമ്മൾ വെറുതെ ഇപ്പൊ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്ന അതിന്റെ മീനിങ് അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ബ്രാക്കറ്റിൽ വേണമെങ്കിൽ ഒന്നുകൂടി ഒന്ന് എഴുതി വെച്ചേക്ക്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന്. അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ ബ്രാക്കറ്റിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്നുകൂടെ എഴുതി വെച്ചേക്ക്. കാരണം വെറുതെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് നമ്മൾ പറഞ്ഞാലും അബ്സല്യൂട്ട് എന്ന് പറഞ്ഞാലും സെയിം മീനിങ് ആണ് കേട്ടോ. അപ്പൊ അത് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഓക്കെ, കഴിഞ്ഞല്ലോ. പറഞ്ഞോ. ആ അബ്സല്യൂട്ട് എന്നുള്ള വേർഡ് യൂസ് ചെയ്യാണ്ട് നമ്മൾ ഇതിനെ പറയാറുണ്ട്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഓക്കെ, അപ്പൊ വെറുതെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്നോ അബ്സല്യൂട്ട് എന്നോ അല്ലെങ്കിൽ വെറുതെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്നോ പറഞ്ഞാലുള്ള മീനിങ് എന്താണെന്ന് അറിയോ? ഇവിടെ ശ്രദ്ധിച്ചോ. എന്താണ് അബ്സല്യൂട്ട്? ആർക്ക് പറയാം? അബ്സല്യൂട്ട് എന്ന വേർഡ് എന്താണ്? ആർക്ക്? അലൈന. ഉറപ്പായിട്ടുള്ളത്. പിന്നെ അല്ല പറഞ്ഞോ. ശരിയായിട്ടുള്ളത്. ഓക്കെ, ഇവിടെ ആഫിനെ കൃത്യം. ഓക്കെ. ഇവിടെ ശ്രദ്ധിച്ചോ. ഇവിടെ നമ്മള് കമ്പയർ ചെയ്യാനായിട്ട് പോകുന്നത് ആരുടെ സ്പീഡാണെന്നറിയോ? വാക്വത്തിന്റെ സ്പീഡുമായിട്ട് എല്ലാ സ്പീഡും നമ്മൾ കമ്പയർ ചെയ്യുവാണ്. മനസ്സിലായോ? ഞാൻ നേരത്തെ പറഞ്ഞ നിങ്ങൾ തമ്മിലല്ല, ഉസൈൻ ബോൾട്ടിന്റെ സ്പീഡായിട്ട് നിങ്ങളുടെ സ്പീഡ് എല്ലാം കമ്പയർ ചെയ്യുന്ന പോലെ. മനസ്സിലായോ? ഇപ്പൊ നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പഠിക്കുന്ന ആളാണ് അൽസാബിത്ത് എന്ന് വിചാരിച്ചോ. എല്ലാവരുടെ മാർക്കും അൽസാബിത്തിന്റെ മാർക്കുമായിട്ട് കമ്പയർ ചെയ്യുവാണ്. അനശ്വരയ്ക്ക് ചിലപ്പോൾ അൽസാബിത്തിനേക്കാളും ഇരട്ടി മാർക്ക് ഉണ്ടാവും. അനീറ്റയ്ക്ക് ചിലപ്പോൾ അൽസാബിത്തിന്റെ പകുതി മാർക്കായിരിക്കും. ഭീമയ്ക്ക് ചിലപ്പോൾ അൽസാബിത്തിന് അങ്ങനെ കമ്പയർ ചെയ്യുന്നുണ്ട്. എല്ലാവരെയും അൽസാബിത്തിന്റെ മാർക്കായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ എല്ലാവരും ഓടുവാണ്. അൽസാബിത്താണ് ഏറ്റവും വേഗത്തിൽ ഓടുന്നത്. അൽസാബിത്ത് എയറിൽ വാക്വത്തിൽ ഓടുന്ന സ്പീഡ് 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ് കേട്ടോ. ഒരു സെക്കൻഡില് 3 ലക്ഷം കിലോമീറ്റർ ആണ്. അപ്പൊ എല്ലാവരുടെ സ്പീഡും ആരുടെ സ്പീഡായിട്ട് കമ്പയർ ചെയ്യുകയാണ്? അൽസാബിത്തിന്റെ സ്പീഡായിട്ട്. ഓക്കെ, ഇനി അൽസാബിത്ത് ഒന്നും ഞാൻ പറയില്ല, ഇനി ഞാൻ വാക്കും എന്നൊക്കെയാട്ടോ പറയുള്ളൂ. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ എല്ലാ മീഡിയം, അതിപ്പോ ഗ്ലാസ്സിലൂടെ ആണെങ്കിലും ഓയിലിലൂടെ ആണെങ്കിലും ഡയമണ്ടിലൂടെ ആണെങ്കിലും വാട്ടറിലൂടെ ആണെങ്കിലും എല്ലാം കമ്പയർ ചെയ്യുന്ന ആരുടെ സ്പീഡുമായിട്ടാണ്? വാക്വം. വിത്ത് റെസ്പെക്ട് ടു അൽസാബിത്ത് എന്ന് പറഞ്ഞ പോലെ വിത്ത് റെസ്പെക്ട് ടു വാക്വത്തിൽ ട്രാവൽ ചെയ്യും. നമ്മൾ അങ്ങനെയല്ലേ കമ്പയർ ചെയ്യുക. ഓക്കെ, അല്ലാണ്ട് ചുമ്മാ തോന്നിയ പോലെ അല്ലല്ലോ. ഒരു വാല്യൂ ആയിട്ട് അവിടെ കിടക്കുവാണ് അല്ലെ. 3 × 10⁸ എന്നുള്ളത് ഏറ്റവും വേഗത്തിൽ ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന സ്പീഡാണ്. അതിലും സ്പീഡിൽ ലൈറ്റ് ട്രാവൽ ചെയ്യുന്നില്ല ഒരു മീഡിയത്തിൽ. അപ്പൊ നമ്മൾ അത് വെച്ചിട്ട് എന്ത് ചെയ്യുവാണ്? ബാക്കിയുള്ള മീഡിയത്തിനെല്ലാം കമ്പയർ ചെയ്യുവാണ്. അപ്പൊ 2 സ്പീഡ് നമ്മുടെ കയ്യിലുണ്ട് അല്ലെ. ഒന്ന് വാക്വത്തിൽ ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന സ്പീഡ്, 2 നമ്മൾ എടുക്കുന്ന മീഡിയം. ഓക്കെ, നമ്മൾ ഏത് മീഡിയമാണോ എടുക്കുന്ന ആ മീഡിയം. അപ്പൊ ഇത് എന്താ ചെയ്യേണ്ടത്? ഈ 2 വാല്യൂ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാവുന്നവരൊന്ന് കൈബുക്കി. ഇത് കമ്പയർ ചെയ്യാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്? അതറിയില്ല. ഓക്കെ. ഇത് കമ്പയർ ചെയ്യാൻ വേണ്ടി 2 വാല്യൂ എൻ്റെ ഉണ്ട്. അത് കമ്പയർ ചെയ്യാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത് മുഹമ്മദ് അമീനെ? എന്ത് ചെയ്യണം? കേൾക്കുന്നില്ല. ഫാത്തിമ സാല പറഞ്ഞോ. ഡിവൈഡ് ചെയ്യണം. അപ്പൊ ശരിയല്ലേ? ഓക്കെ, ഇത് തമ്മിൽ ഡിവൈഡ് ചെയ്ത പോരെ. അപ്പൊ എന്ത് ചെയ്യണം? വാക്വത്തിലെ ലൈറ്റിന്റെ സ്പീഡിനെ താഴെ ഏത് കൊടുക്കണം? ഏത് മീഡിയം ആണോ നിങ്ങൾ എടുക്കുന്ന ആ മീഡിയം വെച്ചിട്ട് ഡിവൈഡ് ചെയ്യണം. അത് ശ്രദ്ധിക്കണം കേട്ടോ. ഇത് തിരിഞ്ഞു പോവാണ്ട് ശ്രദ്ധിക്കണം. കാരണം ഇതിൽ നമ്മൾ കാണിക്കുന്ന എത്ര ടൈംസ് സ്ലോ ആവുന്നു എന്നുള്ള. അപ്പൊ താഴെയാണ് നമ്മൾ എടുക്കുന്ന മീഡിയം, മുകളിൽ വിത്ത് റെസ്പെക്ട് ടു ആണ് വരിക. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു ഏത് വാക്വം. ഓക്കെ, താഴത്തെ മീഡിയം ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും, മുകളിൽ എപ്പോഴും വാക്വം ആയിരിക്കും. ഓക്കെ, എപ്പോഴും ശ്രദ്ധിക്കണം. മുകളിൽ എഴുതേണ്ട സ്പീഡ് ഓഫ് വാക്വം ആണ്. കാരണം നമ്മൾ എത്ര ടൈംസ് സ്ലോ എന്നാണ് കാണിക്കുന്നത്. അപ്പൊ താഴെയാണ്, ഡിനോമിനേറ്ററിലാണ് നമ്മൾ എടുക്കുന്ന മീഡിയത്തിന്റെ വാല്യൂ വരുള്ളൂ, സ്പീഡ്. ഓക്കെ, നമുക്ക് എഴുതാം. അത് തന്നെ ഇതിന് വേണമെങ്കിൽ ഒരു ഡെഫിനിഷൻ കൊടുത്തോ. ഇതെന്താണെന്ന്? അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണെന്ന്. റേഷ്യോ ഓഫ് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വൺ മീഡിയം വിത്ത് റെസ്പെക്ട് ടു സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ അനദർ. ratio of speed of light in one medium to the speed of light in another medium. Ratio of sorry ഞാൻ പറഞ്ഞ മാറിപ്പോയി കേട്ടോ. It is defined as the ratio of speed of light in vacuum വെച്ചിട്ടല്ലേ കമ്പയർ ചെയ്യുന്നത്. vacuum to the speed of light given medium. To the speed of light in given medium.
ഓക്കെ, അപ്പൊ ഗിവൺ മീഡിയത്തില് ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന സ്പീഡ് നമ്മൾ വാക്വത്തിന്റെ സ്പീഡുമായിട്ട് കമ്പയർ ചെയ്യുവാണ്. ഓക്കെ, അപ്പൊ നമുക്കൊരു ഐഡിയ കിട്ടും ഒരു മീഡിയത്തിലൂടെ ലൈറ്റ് എത്രമാത്രം സ്ലോ ആയിട്ടാണ് അല്ലെങ്കിൽ എത്രമാത്രം ഫാസ്റ്റ്. എന്തായാലും വാക്വത്തിലും ഫാസ്റ്റ് ആയിരിക്കില്ല. ഓക്കെ, എന്തായാലും സ്ലോ ആയിരിക്കും. ഓക്കെ, അപ്പൊ എത്രമാത്രം സ്ലോ ആയിട്ടാണ് വാക്വം വെച്ച് കമ്പയർ ചെയ്തിട്ട് നമ്മൾ അവിടെ ഒരു വാല്യൂ കൊടുക്കും. ആ വാല്യൂ ആണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ യൂണിറ്റ് അറിയാവുന്നവരൊന്ന് കൈവയ്ക്കേ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ യൂണിറ്റ് അറിയാവുന്നവർ? അനശ്വരയ്ക്ക് അറിയില്ലേ? ചുമ്മാ കള്ളം പറയില്ല. അനശ്വരയ്ക്ക് അറിയാം, പറഞ്ഞോ. എനിക്കറിയില്ല സാർ, ഞാൻ സത്യം റേഷ്യോയുടെ യൂണിറ്റ് എന്താ? റേഷ്യോയുടെ യൂണിറ്റ് ഈസ്റ്റ് 1:2 അങ്ങനെയാണോ? റേഷ്യോയുടെ യൂണിറ്റ് റേഷ്യോക്ക് യൂണിറ്റ് ഉണ്ടോ? റേഷ്യോക്ക് യൂണിറ്റ് ഇല്ല. കാരണം മുകളിലും താഴെ ഒരേ വാല്യൂ അല്ലേ എഴുതുന്നത്. ഇപ്പൊ 5 സെന്റിമീറ്റർ ബൈ 5 സെന്റിമീറ്റർ, അപ്പൊ സെന്റിമീറ്റർ കട്ടായി പോകും. നിങ്ങൾ +1 പഠിക്കും എങ്ങനെയാണ് ഒരു യൂണിറ്റ് ഫോം ചെയ്യുന്നത്. നമ്മൾ ഈ മുകളിൽ 5 സെന്റിമീറ്റർ അല്ലേ, താഴെ 5 സെന്റിമീറ്റർ, അപ്പൊ ഈ സെന്റിമീറ്റർ കട്ടായി പോകും. റേഷ്യോക്ക് യൂണിറ്റ് ഇല്ല. അത് എത്ര ടൈംസ് എന്നല്ല കാണിക്കുന്നത്, അവിടെ യൂണിറ്റിന്റെ ആവശ്യമില്ലല്ലോ. 2 ടൈംസ് ആണോ, 3 ടൈംസ് ആണോ, 4 ടൈംസ് ആണോ എന്നൊക്കെയാണ് കാണിക്കുന്നത്. അപ്പൊ അവിടെ യൂണിറ്റ് വേണ്ട. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ ഇതിന്റെ യൂണിറ്റ് ആരും എഴുതി വെക്കരുത് കേട്ടോ. ചോദിക്കുമ്പോൾ യൂണിറ്റ് ഇല്ല, റേഷ്യോ ആയതുകൊണ്ട്. ഇനി ഇതിനൊരു ഇക്വേഷൻ ഉണ്ട്. ഇനി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാണിക്കുന്ന ഒരു ലെറ്റർ ഉണ്ട്, അതാണ് എൻ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാണിക്കുന്ന ലെറ്റർ ആണ് എൻ. ഓക്കെ, എൻ ഈക്വൽസ്, ഇനി സ്പീഡ് ഓഫ് ലൈറ്റ് അല്ലേ, സ്പീഡ് ഓഫ് ലൈറ്റ് കാണിക്കുന്ന ലെറ്റർ ആണ് സി. സ്പീഡ് ഓഫ് ലൈറ്റ് കാണിക്കുന്ന ലെറ്റർ ആണ് സി. ഇത് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഗിവൺ മീഡിയം. നമ്മൾ ഏത് മീഡിയം ആണോ എടുക്കുന്നത് ആ മീഡിയത്തിന്റെ സ്പീഡ് ഓഫ് ലൈറ്റ് ആണ്. ഓക്കെ, അപ്പൊ ഈ ഇക്വേഷൻ പഠിച്ചു വെക്കുക. n = c/v. എന്താ സി എന്താ വി എന്താ പറയാം, തീർച്ചയായിട്ടും പറയാം. n എന്ന് പറയുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. നമ്മൾ ഏത് മീഡിയം ആണോ എടുക്കുന്നത് താഴെ എഴുതിക്കോ കേട്ടോ. n എന്ന് പറയുന്ന റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗിവൺ മീഡിയം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗിവൺ മീഡിയം. ഓക്കെ, സി നമുക്കറിയാം. സ്പീഡ് ഓഫ് ലൈറ്റ് അത് ഫിക്സ്ഡ് ആണ്, ഒരു ഫേമസ് നമ്പർ ആണ്. ആർക്ക് പറയാം? സിയുടെ വാല്യൂ അറിയാവുന്നവർക്ക് കൈവയ്ക്കേ. സിയുടെ വാല്യൂ, സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം, അത് പഠിക്കണം കേട്ടോ. അഫ്നാനൊന്നും അറിയില്ല, അഫ്നാൻ അബൂനൊന്നും അറിയാം. ഓക്കെ, ഒരാൾ പറഞ്ഞോ, ഒരാൾ വോയിസ് ഓൺ ചെയ്ത് പറഞ്ഞോ. 3 × 10⁸ meter/second. 3 × 10⁸ meter/second സ്പീഡ് ഓഫ് ലൈറ്റ് അല്ലെ. ഇനി വി എന്താ? ഏത് മീഡിയം ആണോ എടുക്കുന്നത്, അതായത് ഗിവൺ മീഡിയം, തന്നിരിക്കുന്ന മീഡിയം ഏതാണോ അതിന്റെ സ്പീഡ് ഓഫ് ലൈറ്റ്, അത് ഏത് മീഡിയം ആണോ അതിന്റെ വരും കേട്ടോ. സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഗിവൺ മീഡിയം. അപ്പൊ ഈ പറഞ്ഞ കോൺസെപ്റ്റ് ഒന്നും അറിയാണ്ട് ഈ ഇക്വേഷൻ വെച്ച് തന്നെ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് എക്സാമിന് മാർക്ക് മേടിക്കാനാണെങ്കിൽ ഈ ഇക്വേഷൻ കാണാതെ പഠിച്ചാൽ ആ വാല്യൂ അങ്ങ് ഇട്ട് കൊടുത്താൽ മാർക്ക് കിട്ടും. പക്ഷെ അതല്ലല്ലോ, നിങ്ങൾക്ക് എന്താണ് സംഭവം എന്നൊരു ഐഡിയ കിട്ടിയാലേ നിങ്ങൾക്ക് ഇപ്പൊ പഠിക്കുന്നോണ്ടൊരു പ്രയോജനം വേണ്ടേ. വെറുതെ മാർക്കിന് വേണ്ടി മാത്രമല്ലല്ലോ പഠിക്കണ്ടേ കേട്ടോ. ഇതെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കുക. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന നമ്പർ എന്താണ് ഉദ്ദേശിക്കുന്നത്, അതെങ്ങനെയാണ് വരുന്നത്, അത് എന്തുകൊണ്ടാണ് അങ്ങനെ യൂണിറ്റ് ഇല്ലാണ്ട് കിട്ടുന്നത്, ഇതൊക്കെ അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഗിവൺ മീഡിയം. ഓക്കെ, അപ്പോൾ സിയുടെ വാല്യൂ വേണമെങ്കിൽ എഴുതി വെച്ചോ അവിടെ. 3 × 10⁸. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിച്ചോ, കഴിഞ്ഞല്ലോ. ഇനി നിങ്ങളുടെ എല്ലാവരുടെയും മാർക്ക് നേരത്തെ പറഞ്ഞ പോലെ അൽസാബിത്തിന്റെ മാർക്കുമായിട്ട് മാത്രമാണ് കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ തന്നെ ചിലപ്പോൾ വീട്ടിൽ പറയും, എന്തിനാ അൽസാബിത്ത്, അവൻ നന്നായിട്ട് പഠിക്കുന്നല്ലേ, തൊട്ടടുത്ത വീട്ടിലുള്ള അനിറ്റയുടെ മാർക്കുമായിട്ട് കമ്പയർ ചെയ്തുകൂടെ അല്ലെ? അങ്ങനെ ചോദിക്കില്ലേ? ഇപ്പൊ പാമിനെ ചോദിക്കുമ്പോൾ അവളുടെ കൂട്ടുകാരിയായിട്ട് കമ്പയർ ചെയ്തുകൂടെ, അങ്ങനെ പറയില്ലേ? ഓക്കെ, അതുപോലെ നമ്മൾ പരസ്പരം, അതായത് നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കമ്പയർ ചെയ്യാലോ. എല്ലാവരെയും അൽസാബിത്തായിട്ട് കമ്പയർ ചെയ്യുന്നതിന് പകരം നിങ്ങൾ പരസ്പരം കമ്പയർ ചെയ്യാലോ നിങ്ങളുടെ മാർക്കുകൾ. അതുപോലെ ഓരോ മീഡിയങ്ങൾ തമ്മിൽ, ഇപ്പൊ ഒരു ഉദാഹരണത്തിന് അതിനകത്ത് എയറും വരാട്ടോ, അതിനകത്ത് എയറും വരാം. എയറും ഗ്ലാസും കമ്പയർ ചെയ്യാം, ഗ്ലാസും ഡയമണ്ടും കമ്പയർ ചെയ്യാം, ഡയമണ്ടും വാട്ടറും കമ്പയർ ചെയ്യാം, വാട്ടറും ഓയിലും കമ്പയർ ചെയ്യാം. ഇങ്ങനെയൊക്കെ കമ്പയർ ചെയ്യാലോ. ഇങ്ങനെ കമ്പയർ ചെയ്യുന്നതാണ് റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അബ്സല്യൂട്ട് എന്ന് പറഞ്ഞാൽ എല്ലാം വാക്വമായിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. എല്ലാ മീഡിയത്തിനെയും വാക്വമായിട്ട് കമ്പയർ ചെയ്യും. റിലേറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്നത് എന്തുമായിട്ടായിരിക്കും?
പരസ്പരം, അതായത് രണ്ട് മീഡിയങ്ങളെ പരസ്പരം നമ്മൾ കമ്പയർ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നതാണ് റിലേറ്റീവ്. ഇവിടെ അത് തന്നെയാണ് ചെയ്യുന്നത്, പക്ഷെ ഇവിടെ കമ്പയർ ചെയ്യുന്നത് കോൺസ്റ്റന്റ് ആണെന്നുള്ളൂ, മാറുന്നില്ല, വാക്വമാണ്. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നമുക്ക് ഓരോ മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കണം. അത് നിങ്ങളാണ് കണ്ടുപിടിക്കാൻ പോകുന്നത് കേട്ടോ. ഈ ഇക്വേഷൻ വെച്ചിട്ട് എയറിന്റെ, വാട്ടറിന്റെ, ഗ്ലാസിന്റെ, ഡയമണ്ട്, ഈ 4 മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നിങ്ങൾ കണ്ടുപിടിക്കാൻ പോവാണ്. നിങ്ങളുടെ ഇക്വേഷൻ ഉണ്ട്, സ്പീഡ് ഓഫ് ലൈറ്റ് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ഇതും അറിയാം, ഇതും അറിയാം, പിന്നെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കാൻ പറ്റില്ലേ? ഓക്കെ, അപ്പൊ ഒരു ചെറിയ ബോക്സ് വരയ്ക്കണമെങ്കിൽ ഒരു ബോക്സ് വരച്ചോ. ഫസ്റ്റ് ബോക്സില് മീഡിയം, സെക്കൻഡ് ബോക്സില് സ്പീഡ് ഓഫ് ലൈറ്റ്, തേർഡ് മീഡിയത്തില് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n. ഓക്കെ, നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്ന എയർ, അത് കഴിഞ്ഞിട്ട് വാട്ടർ, ഗ്ലാസ്, ലാസ്റ്റ് ഡയമണ്ട്. ഏത് മീഡിയത്തിനായിരിക്കും ഏറ്റവും കൂടുതൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്? ആർക്ക് പറയാം? ആർക്കൊക്കെ അറിയാം? ഒന്ന് കൈവയ്ക്ക്. ഏത് മീഡിയത്തിന് ഏറ്റവും കൂടുതൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വരുന്നത്? അച്ഛനൊന്നും അറിയില്ല ഏത് മീഡിയത്തിന് ഏറ്റവും കൂടുതൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വരിക എന്നുള്ളത്? എന്നാ ഒന്ന് പറഞ്ഞേ, ആരാ പറയാ? കൈവയ്ക്കിയ ആൾക്കാരുടെ ആരെയും പറഞ്ഞോ? ഫാത്തിമ ബീവി പറഞ്ഞോ. ഡയമണ്ട്. ഡയമണ്ട്. എന്താ സംശയം? ഏറ്റവും കുറവ് ഏതിനകത്ത് ലൈറ്റ് സ്പീഡ് ട്രാവൽ ചെയ്യുന്ന അതിനാണ് ഏറ്റവും കൂടുതൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. മനസ്സിലായോ? അപ്പൊ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി പറയുന്നിടത്ത് നിങ്ങൾക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയാം, കുഴപ്പമില്ല കേട്ടോ. ഇനി നിങ്ങൾ ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം എന്ന് പറയുന്നതിന് പകരം നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞാൽ മതി, മീഡിയം വിത്ത് ഹൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ശരിയാ കേട്ടോ. അപ്പൊ അതിനെക്കുറിച്ച് ഒന്ന് താഴെ വേണമെങ്കിൽ എഴുതാം, ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കേട്ടോ. ഓക്കെ, അതിന് സ്പീഡ് ഓഫ് ലൈറ്റ്, എയർലെസ് സ്പീഡ് ഓഫ് ലൈറ്റ് എത്രയാണ് സ്വാലിഹ സലാം? എയർലെസ് സ്പീഡ് ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞേ. 3 into 10 raised to 8 meter. 3 into 10 raised to 10 to the power 8, 10 raised to 8 meter per second ആണ് അല്ലെ. ഇനി n equal to c by v ചെയ്യുക. n equal to c by v. c യുടെ വാല്യൂ ആണ് 3 into 10 raised to 8. ഇനി എയറിലൂടെ ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന വാല്യൂ എത്രയാ? എയറിലൂടെ ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന സ്പീഡ് ഇവിടെ നിങ്ങൾ ഓൾറെഡി എഴുതി, 3 into 10 raised to 8. ഓക്കെ, നിഷാന ജമാൽ എത്ര കിട്ടും? ചെയ്തോണ്ടിരിക്കാന്നൊന്നും പറയരുത് കേട്ടോ. ഇത് എത്ര കിട്ടും നേരെ നോക്കി പറയാം. എന്താണ്? അത് തന്നെ പറയണം. അതിൽ നോക്ക്, അത് ചെയ്യാൻ പോവാണ് നിങ്ങൾ. 3 കഴിഞ്ഞിട്ട് എത്ര 0? 8 0 മേളിൽ ഇട്ടിട്ട് 3 കഴിഞ്ഞ് 8 0 താഴെ ഇട്ടിട്ട് ചെയ്യുവാണോ? ഡിവൈഡ് ചെയ്തോണ്ടിരിക്കുവാണോ അവിടെ? ആണോ? ഇത് ചെയ്യണ്ട, ചെയ്യാണ്ട് കാണാം. നേരെ നോക്കിയിട്ട് പറ, മുകളിലും താഴെ ഒരു വാല്യൂ വന്ന് ഡിവൈഡ് ചെയ്യുമ്പോ എന്താ ആൻസർ? 1. ഓക്കെ, ഇത് തന്നെ നിങ്ങൾക്ക് പറ്റുന്ന കേട്ടാ. മാഗ്നിഫിക്കേഷൻ 1 എന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് ഹൈറ്റ്, അതായത് ഇമേജിന്റെ സൈസ് ഒബ്ജക്റ്റിന്റെ സൈസ് സെയിം ആണെന്ന് പറയാൻ പറ്റുന്നില്ല, കാരണം നിങ്ങൾക്ക് കോൺസെപ്റ്റ് മനസ്സിലായിട്ടില്ല. ഓക്കെ, അപ്പൊ ഒരു റേഷ്യോ 1 എന്ന് കിട്ടിയ അതിന്റെ അർത്ഥം മുകളിൽ എഴുതിയേക്കണ വാല്യൂ താഴെ എഴുതിയേക്കണ വാല്യൂ സെയിം ആണെന്നാണ്. എന്നാലേ 1 കിട്ടുള്ളൂ, അല്ലെങ്കിൽ 1 കിട്ടുമോ? ഇല്ല. ഓക്കെ, അപ്പൊ ഈ രണ്ട് സ്പീഡ് സെയിം അല്ലേ? അപ്പൊ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1. അതായത് വാക്വത്തില് ലൈറ്റ് ട്രാവൽ ചെയ്യുന്നതിന്റെ 1 ടൈം സ്ലോവർ ആയിട്ടാണ് ലൈറ്റ് ഏതിൽ ട്രാവൽ ചെയ്യുന്നത്? എയറിൽ ട്രാവൽ ചെയ്യുക. അതായത് 2 ഈക്വൽ ആണ് കേട്ടോ. 1 ടൈം സ്ലോവർ എന്ന് പറഞ്ഞാൽ 2 ഈക്വൽ ആ. ഡിവൈഡ് ബൈ 1 എന്ന് അതിന്റെ അർത്ഥം, ഈക്വൽ ആണെന്നാണ്. ഓക്കെ, ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്തോ? വാട്ടറിലെ കണ്ടുപിടിച്ചോ. വാട്ടറിലെ ലൈറ്റിന്റെ സ്പീഡ് എത്രയാണ്? അബിയ സുൽത്താന, വാട്ടറിലെ ലൈറ്റിന്റെ സ്പീഡ് എത്രയാ? 2.25 അല്ലെ. 2.25 into 10 raised to 8, 10 to the power 8 meter per second. ഇത് തന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്ത് നോക്ക് കേട്ടാ. മുകളിൽ ഏത് വാല്യൂ ആണ് ബോബി വരിക? മുകളിൽ ഏത് വാല്യൂ വരിക? 2.25 into 10 raised to 8. മുകളിൽ 2.25ഓ? എന്റെ പൊന്നാങ്കട്ടെ, ഞാൻ പറഞ്ഞില്ലേ മുകളിൽ അത് എഴുതരുത്. മുകളിൽ വാക്വത്തിൽ സ്പീഡാ മുകളിൽ എഴുതാവുള്ളൂ കേട്ടാ. എത്ര വരും? 3 into. അത് മാറിപ്പോരുത് കേട്ടോ. നിങ്ങൾക്ക് പറ്റുന്നതാ.
ആ സി കുറെ നേരം നിന്ന് കാല് കഴിക്കുമ്പോൾ സി താഴേക്ക് പോവും, മറ്റതിന് മേളിലേക്ക് വിടും കേട്ടോ. ഇതാണ് എക്സാമിന് പറ്റുമെങ്കിൽ പൊട്ടത്തെറ്റായി ഒരിക്കലും ചെയ്യും കേട്ടാ. അങ്ങനെ ചെയ്യരുത്. സി മുകളിലാണ് കേട്ടോ, എപ്പോഴും ഓർക്കുക. സി ബൈ വി ആണ്, വി ബൈ സി ആവരുത് കേട്ടോ. അപ്പൊ 3 × 10⁸ ആണ് മുകളിലെന്ന് ഓർത്തിരിക്കുക. അത് മാറാൻ പാടില്ല, മാറിയാൽ തെറ്റിപ്പോവും. ഓക്കെ, 3 × 10⁸ ഡിവൈഡഡ് ബൈ ബോബി. അടുത്ത പറഞ്ഞോ. 2.25 into 10⁸. ബോബിയൊക്കെ ഒന്ന് ഉഷാറാവാനുണ്ട് കേട്ടോ. 2.25 into 10⁸ ആണ്. ഓക്കെ, ചെയ്തോ. ഇനി 10⁸ നിങ്ങൾ ഒന്നും ചെയ്യണ്ട, അത് അവിടെ ഇരുന്നോട്ടെ കേട്ടോ. അതിനെ ശല്യപ്പെടുത്താൻ പോകണ്ട കേട്ടോ. ആ ബാക്കിയുള്ളത് ഡിവൈഡ് ചെയ്താൽ മതി. ആ 10⁸ വെട്ടിപ്പോക്കോളൂ. 3/2.25 ചെയ്താൽ മതി. ഓക്കെ, ആദിലിന് അറിയാവോ ഡെസിമൽ ഡിവൈഡ് ചെയ്യാനുള്ള എന്തെങ്കിലും മെത്തേഡ് അറിയാവോ? ഡെസിമലിനെ ഡിവൈഡ് ചെയ്യാനുള്ള എന്തെങ്കിലും മെത്തേഡ്? ആദിൽ പെട്ടെന്ന് അല്ലാണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ അറിയില്ല അല്ലെ. നമുക്ക് ആകെ അറിയാവുന്ന ഒരു മെത്തേഡ് എന്താണ്? 100 കൊണ്ട് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആ ഡെസിമലിനെ ഒഴിവാക്കി കളയാന്നുള്ളതാണ് ഡെസിമൽ ഡിവൈഡ് ചെയ്യാനുള്ള മെത്തേഡ് കേട്ടോ. ഡെസിമൽ ഡിവൈഡ് ചെയ്യാനുള്ള മെത്തേഡ് ഡെസിമലിനെ ഒഴിവാക്കി കളയാം. അപ്പൊ ഡെസിമലിനെ ഒഴിവാക്കി എന്ത് ചെയ്യണം? നേരെ 100 കൊണ്ട് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. അപ്പൊ 300/225 എന്ന് വരും അല്ലെ. 300/225 കിട്ടിയ ആൻസർ കിട്ടിയവരുന്ന് കൈവയ്ക്ക്. 300/225 ആൻസർ കിട്ടിയവര് പെട്ടെന്ന് ചെയ്യും. ബാക്കിയുള്ളവർ ചെയ്യ്. എല്ലാവരും ചെയ്യും കേട്ടോ. നിങ്ങൾ ആൻസറിന് വേണ്ടി മാത്രം നടക്കരുത് കേട്ടോ. ഓക്കെ, ഞാൻ എപ്പോഴും പറയാറില്ലാണ്, ഇതൊരു ഗൈഡ് അല്ല, സ്റ്റഡി മെറ്റീരിയൽ ഒന്നും അല്ല. നമുക്ക് ആൻസർ ചെയ്യുന്ന മെത്തേഡാണ് പ്രധാനം കേട്ടോ. അതുകൊണ്ട് എല്ലാവരും ചെയ്യും. തെറ്റിക്കോട്ടെ, തിരുത്തിയാൽ മതിയല്ലോ. ഓക്കെ, ഇതിപ്പോ എങ്ങനെയെങ്കിലും ആൻസർ കിട്ടുക, എഴുതി വെക്കുക. അതാവരുത് ലക്ഷ്യം. ദിയക്ക് കിട്ടിയ? ദിയ പറഞ്ഞോ, ദിയക്ക് കിട്ടിയ? 6.78 ആണ്. 300ൽ എത്ര 225 ഉണ്ടെന്ന് ഒരാൾ ചോദിച്ചാ, ഞാൻ ദിയക്ക് ഒരു 300 രൂപ തന്നാൽ ദിയ എനിക്ക് 6,200 രൂപ തരുമോ? തരില്ലല്ലോ. തരുമോ? ഞാനൊരു 300 അങ്ങോട്ട് തന്ന ദിയ എനിക്ക് 6,200 നോട്ട് എനിക്ക് എടുത്ത് തരുമോ? തരില്ല. ഞാൻ അത് തന്നെയല്ലേ ചോദിച്ചത്. 300ൽ എത്ര 225 ഉണ്ടെന്ന്. 200 പോയിട്ട് 225 ഉണ്ടെന്ന് ഞാൻ ചോദിച്ചത്. അപ്പൊ എന്തായാലും അത് 1 അടുത്തൊരു വാല്യൂ അല്ലേ വരുള്ളൂ. 1 അടുത്തല്ല, 1 പോയിന്റ് സംതിങ് അല്ലേ വരുള്ളൂ. 6 എന്തായാലും വരില്ലല്ലോ. നിങ്ങൾ അങ്ങനെ ആലോചിച്ച് നോക്കാട്ടോ. ഒരു സാധനം ഡിവൈഡ് ചെയ്യുമ്പോൾ 300/225 എന്നാണ്. 2 പോലും വരില്ല, കാരണം 2/225 വന്ന 450 ആയി പോകും. അപ്പൊ 300ലാണ്. 300ൽ എത്ര 225 ഉണ്ടെന്ന് എന്റെ ചോദ്യം. ഓക്കെ, അപ്പൊ 1 പോയിന്റ് സംതിങ് ആൻസർ കിട്ടുള്ളൂ. 6ലേക്കൊന്നും പോരില്ല കേട്ടോ. ഡിവിഷനൊക്കെ നോക്കണം. ഡിവിഷനൊക്കെ അറിയില്ലാത്തവരൊക്കെ ചോദിച്ച് പഠിക്കുക കേട്ടോ. ക്ലാസ് സമയം കഴിഞ്ഞിട്ട് കേട്ടോ. ക്ലാസ് സമയം കഴിഞ്ഞ് സാർ എനിക്കത് ഡിവൈഡ് ചെയ്യാൻ അറിയില്ല ഒന്ന് ഞാൻ പറഞ്ഞു തരാം. എനിക്ക് ഒരു ബുദ്ധിമുട്ടില്ല അതിൽ കേട്ടോ. ചോദിക്കാണ്ടിരുന്നാൽ എനിക്കറിയില്ല, കാരണം ഞാൻ ഈ ജ്യോതിഷോ ഇല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പഠിച്ചിട്ടില്ല കേട്ടോ. നിങ്ങളുടെ മുഖത്തൊന്നും വായിച്ചെടുക്കാൻ. ഓക്കെ, അപ്പൊ 300/225 ആണ്. അപ്പോ 1 × 225 അല്ലെ. 225ന്റെ റിമൈൻഡർ എഴുതുമ്പോ 75 വരും അല്ലെ. എന്നിട്ട് ഒരു 0 ഇവിടെ ഇട്ട് കൊടുക്കും. 0 ഇട്ട് അപ്പൊ അവിടെ ഒരു പോയിന്റ് ഇട്ട് കൊടുത്തോളണം. ഓക്കെ, ഇനി ഇവിടെ നോക്കി 3 ആയിരിക്കും അല്ലെ. അപ്രോക്സിമേറ്റ് 3 അല്ല, 1.3 അല്ല എല്ലാവരും കിട്ടിയേ. 1.3. ഓക്കെ, അപ്പോ നമുക്ക് എന്തെന്ന് പറയാം? വാട്ടറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.3 ആണ്. ഓക്കെ, ഇനി ഇടയ്ക്ക് എക്സാമിന് ചോദിക്കും ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.3 എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? എന്താ മീനിങ്? ആർക്കെങ്കിലും പറയാമോ? ഒരു വേർഡ് ആയിട്ട് എങ്ങനെ പറയാം? വേർഡ് ആയിട്ട് പറയാൻ പറ്റുന്ന ആരെങ്കിലും ഒന്ന് കൈവയ്ക്കേ. വേർഡ് ആയിട്ട് ആർക്ക് പറയാം? അല്ല, സെന്റൻസ് ആയിട്ട്. ഒരു സെന്റൻസ് ആയിട്ട് എങ്ങനെ പറയാം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്? ഈ 1.3 കണ്ടാൽ നിങ്ങൾ എന്ത് മനസ്സിലാക്കും? ക്വസ്റ്റ്യൻ അത്. ഓക്കെ, വാട്ട് ഡു യു മീൻ ബൈ ദാറ്റ് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കുക അവർ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ ഈസ് 1.3 ആണെങ്കിൽ അത് മീൻ ചെയ്യുന്നത് വേറെ ഒന്നുമില്ല. അലൈനക്ക് പറയാവോ? പറഞ്ഞോ. The refractive index of the speed of light of glass is water is with respect to vacuum is 1.3. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, സ്പീഡ് ഓഫ് ലൈറ്റ് ഈസ് 1.3 times സ്ലോവർ. ഓക്കെ, 1.3 times സ്ലോവർ ആണ്. അല്ലെങ്കിൽ എയറിൽ ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന വാട്ടറിനേക്കാളും 1.3 times ഫാസ്റ്റർ ആണ്. എങ്ങനെ പറയാനും കുഴപ്പമില്ല. ഓക്കെ, നമ്മൾ ഇങ്ങനെ പറയുവാണെങ്കിൽ അത് എളുപ്പം, കാരണം നമ്മൾ ഡയറക്റ്റ് ഡെഫിനേഷൻ അങ്ങനെയാണല്ലോ പറയുന്നത്, എത്ര ടൈംസ് സ്ലോ ആവുന്നു എന്നുള്ള. അപ്പൊ നമ്മൾ ഇങ്ങനെ എഴുതിക്കോ, സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാട്ടർ ഈസ്, എഴുതി വെക്കണം. ഈ 1.3യുടെ അവിടെ നേരെ ഒരു ഹൈഫൻ എടുത്തിട്ടോ അല്ലെങ്കിൽ ഒരു ബ്രാക്കറ്റ് ഇട്ടിട്ടോ എഴുതി വെക്കണം. അത് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യനാ. സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാട്ടർ ഈസ് 1.3 times സ്ലോവർ ദാൻ ദി സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം. വാക്വത്തിൽ ലൈറ്റ് ട്രാവൽ ചെയ്യുന്നതിന്റെ 1.3 times സ്ലോവർ ആയിട്ടാണ്
വാട്ടറിൽ ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത്. അതാണ് അതിന്റെ മീനിങ് കേട്ടോ. ഇനി ഞാൻ മീനിങ് ചോദിക്കും ഓരോ തവണ റിഫ്രാക്റ്റീവ് ഉണ്ട്, അപ്പൊ നിങ്ങൾ പറയണം. സാർ ഒന്നുകൂടി പറയോ? പറയാലോ. സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാട്ടർ ഈസ്, വാട്ടർ നമ്മൾ വാട്ടറിന്റെ അല്ല, അതുകൊണ്ടാണ് വാട്ടർ വെച്ചിട്ട് പറയുന്നത്. വാട്ടർ ഈസ് 1.3 times slower than the speed of light in vacuum. Okay, clear ആണല്ലോ? ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ഇത് ക്ലിയർ ആവാത്തവര്, ഈ സെന്റൻസ് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ കൈ പൊക്കിക്കോ. ഇല്ല. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് അടുത്തതിലേക്ക് പോവാം. വാട്ടർ കഴിഞ്ഞു, ഇനി അടുത്താണ് ഗ്ലാസ്. ഗ്ലാസിന്റെ ഇതുപോലെ കണ്ടുപിടിക്കുക. ഗ്ലാസിന്റെ സ്പീഡ് ഓഫ് ലൈറ്റ് എത്രയാണ് ബോബി? ഗ്ലാസിന്റെ സ്പീഡ് ഓഫ് ലൈറ്റ് 2 into 10 raised to 8. 2 into 10 raised to 8 meter per second അല്ലെ? ഇനി ഇതിന്റെ ഇക്വേഷൻ എങ്ങനെയാ ബോബി? ഒരു ഇക്വേഷൻ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ബോബി തന്നെ പറഞ്ഞേ. 3 into 10 raised to 8 by 3 into 10 raised to 8 divided by 2 into 10. ഇനി ഏത് മീഡിയം എടുക്കുന്ന അതിന്റെ 2 into 10 raised to 8. ഓക്കെ, ഇനി എന്നിട്ട് നിങ്ങൾ കണ്ടുപിടിച്ച് പറഞ്ഞേ ഗ്ലാസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിച്ച് പറഞ്ഞേ. ഗ്ലാസിന്റെ റിഫ്രാക്റ്റീവ് 10 raised to 8 വെട്ടിക്കളഞ്ഞോ കേട്ടോ. 10 raised to 8 വെട്ടിക്കളഞ്ഞു. സാറയ്ക്ക് കിട്ടിയവരൊന്ന് കൈപൊക്കി നോക്കട്ടെ. കിട്ടിയവരൊന്ന് കൈപൊക്കി, കൈ താത്തിക്ക്. കിട്ടാത്തവരൊന്ന് കൈപൊക്കി. കിട്ടാത്തവര് ഈ അൽഹ കിട്ടിയതിലും വിടൂല, കിട്ടാത്തതിലും വിടൂല. അതെയാ? ഓക്കെ, ഇവിടെ ശ്രദ്ധിച്ചോ. 3/2 ചെയ്താ പോരെ? 3യുടെ പകുതി എത്രയാണ്? 3/2യുടെ മീനിങ് 3യുടെ പകുതി എത്രയാ? 1.5. 3ന്റെ പകുതി 1.5. ഓക്കെ, 1.5 ആണ് എല്ലാവരും കിട്ടിയേ. ഓക്കെ, ഈ 1.5ന്റെ മീനിങ് പറയാൻ പറ്റുന്നവരൊന്ന് പറഞ്ഞേ. ഈ 1.5ന്റെ മീനിങ് ഒന്ന് കൈവക്കിക്കേ. ഇപ്പോഴും കൈവക്കാത്തവരുണ്ട് കണ്ടാ. ഇത് തൊട്ടു മുന്നേ ഒരു സാധനം പറഞ്ഞു കൊടുത്തിട്ട് ഇപ്പോഴും കൈവക്കാത്തവരുള്ള ആരെ? ഫാത്തിമ സുബൈർ കൈവക്കുന്നില്ല. ഫാത്തിമ പറയാൻ പറ്റില്ല. പറഞ്ഞ ഫാത്തിമ സുബൈർ തന്നെ പറയട്ടെ എന്നാ. ബാക്കി എല്ലാവരും കൈവക്കുന്നുണ്ടോ? ഇല്ല. മുഹമ്മദ് അൻഷിദ് എന്തോ എഴുത്തിന്റെ തിരക്കിലാണ് അല്ലെ? നോവലാണോ എന്നാണ് പ്രസിദ്ധീകരിക്കുന്നതെന്ന് കൂടെ പറഞ്ഞാൽ എനിക്ക് വായിക്കായിരുന്നു. മുഹമ്മദ് അൻഷിദ് കൈതാധിക. മുഹമ്മദ് അൻഷിദ് ഒന്ന് പറഞ്ഞോ. എന്താണ് ഈ 1.5ന്റെ മീനിങ്? എന്താ? ബുക്ക് മറിച്ച് നോക്കാണ്ട് പറ. ഞാൻ പറഞ്ഞു തരാം. ലൈറ്റ് ആ മീഡിയം, നിങ്ങൾ ഏതാ എടുത്തിരിക്കുന്നത്? ഗ്ലാസ്. ആ മീഡിയത്തിൽ ട്രാവൽ ചെയ്യുന്നത് വാക്വത്തിൽ ലൈറ്റ് ട്രാവൽ ചെയ്യുന്നതിന്റെ 1.5 times സ്ലോവർ ആയിട്ടാണ്. ഓക്കെ, 1.5 times സ്ലോവർ ആയിട്ടാണ്. അതായത് വാക്വത്തിന്റെ എത്രയാണോ അതിനെ 1.5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി എന്ന് അതാ ഉദ്ദേശിക്കുന്നത്. 1.5 times സ്ലോവർ എന്ന് പറഞ്ഞാൽ അതാ ഉദ്ദേശിക്കുന്നത്. ഫാസ്റ്റർ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി 1.5. 2 times എന്ന് പറഞ്ഞാൽ നമ്മള് 2 times ഫാസ്റ്റർ എന്നോ അല്ലെങ്കിൽ 2 times ലാർജർ എന്നൊക്കെ പറഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, 2 times സ്ലോവർ എന്നോ അല്ലെങ്കിൽ 2 times കുറവാണെന്ന് പറഞ്ഞാൽ അവിടെ ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, അത് രണ്ടും വ്യത്യാസമുണ്ട്. ക്ലിയർ ആണല്ലോ? ഇനി ഒന്ന് പറഞ്ഞേ. ആരോടെ ഞാൻ ചോദിച്ചു? മുഹമ്മദ് അൻഷിദ്. എപ്പോഴൊന്ന് പറഞ്ഞേ. സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഗ്ലാസ് ഈസ് 1. എത്ര ടൈംസ്? 1.5 times സ്ലോവർ ദാൻ ദി സ്പീഡ് ഓഫ് ലൈറ്റ്. എഴുതിയായിരുന്നോ? ആദ്യം പറഞ്ഞ എഴുതിയായിരുന്നോ? ഏതിന്റെയാ? വാട്ടറിന്റെ എഴുതിയായിരുന്നു. എന്നിട്ട് എന്ത് പറയാൻ പറ്റാതെ? ഇത് പറയണം. കാരണം ഇത് ചുമ്മാ പറഞ്ഞല്ല. ഞാൻ നിങ്ങളുടെ ലെറ്റേഴ്സിലും കിടക്കുന്നുണ്ട് ഇതേ ക്വസ്റ്റ്യൻ. ഒരു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വന്നിട്ട് ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായെന്ന് ചോദിക്കും കേട്ടോ. ഓക്കെ, അടുത്ത് ചെയ്തോ. അടുത്ത ഗ്ലാസ് കഴിഞ്ഞിട്ട് ഡയമണ്ടിന്റെ ചെയ്തോ. ഡയമണ്ടിന്റെ സ്പീഡ് ഓഫ് ലൈറ്റ് എത്രയാ? ആർക്ക് പറയാം? ഡയമണ്ടിന്റെ ഫാത്തിമ ഫൈറൂസ് പറഞ്ഞോ. ഓക്കെ, ഫാത്തിമ ഫൈറൂസ് പറഞ്ഞോ. 1.25 അല്ലെ? ഇൻറ്റു 10 raised to 8 meter per second. ഇനി ഇതിന്റെ കണ്ടുപിടിച്ചോ എത്രയാ വരുന്നതെന്ന്.
അബിയക്ക് കിട്ടിയാ? മിടുക്കി ചെയ്ത് തീർന്ന. 3 into 10 raised to 8 divided by 1.25 into 10 raised to 8. ഓക്കെ, അപ്പൊ ഈ വാല്യൂ നിങ്ങൾ കാണാതെ പഠിക്കണം കേട്ടോ. ഓരോ ഈ 4 മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, എയർ, വാട്ടർ, ഗ്ലാസ്, ഡയമണ്ട്. എയറിന്റെ 1 അല്ലെ, പഠിക്കാൻ എളുപ്പമല്ലേ? വാട്ടറിന്റെ 1.3, ഗ്ലാസിന്റെ 1.5. ഇനി ഒരെണ്ണം കൂടി നിങ്ങൾ കണ്ടുപിടിക്കും. 1.3, 1.3, 1.5. ലാസ്റ്റ് ഇപ്പൊ നിങ്ങൾ ചെയ്യും. അനീറ്റയ്ക്ക് കിട്ടിയവരുന്ന് കൈവക്കേ. ഓക്കെ. കിട്ടാത്തവര് ഭീമ പെട്ടെന്ന് ചെയ്യ് ഭീമ. 300 by 125 ചെയ്താൽ മതി. 300 by 125. അപ്പൊ ഒരു 300 by 125 ഏകദേശം 2 പോയിന്റ് സംതിങ് വരും അല്ലെ? 300 by 125 അല്ലേ? അപ്പൊ 2 125 250 ആണ്. അപ്പൊ 2 പോയിന്റ് സംതിങ്. 3 വരൂല. 3 വന്നാൽ 375 ആയി പോവില്ലേ? ഓക്കെ, 300 by പറഞ്ഞോ ഒരാൾ പറഞ്ഞോ, ആരെങ്കിലും? മുഹമ്മദ് അയാനെ പറഞ്ഞോ. മുഹമ്മദ് അയാൻ പറഞ്ഞോ. അയാൻ പറഞ്ഞോളൂ. സാർ 2.2. 2.2. അരീന എത്ര കിട്ടിയ? അരീനക്ക് എത്ര കിട്ടിയ? ഓഡിയോ ഓണാക്കി പറ. നിങ്ങൾ മൈമ് കാണിച്ച് ഞാൻ എങ്ങനെ മനസ്സിലാക്കാനാണ്? കിട്ടില്ല സർ. കിട്ടുന്നില്ല. ഏത് 300 by 125 ചെയ്തിട്ട് കിട്ടുന്നില്ലേ? ഇനി ആരാ? അഫിനെ പറഞ്ഞോ. അഫിൻ എത്രയാണ്? 2.2 ഉള്ള 2.4 ആണോ? 2.4 ഇല്ലേ? ഓക്കെ, 2.4 ആണ് കേട്ടോ. അത് തിരുത്തിക്ക്, നിങ്ങൾക്ക് എന്തോ മിസ്റ്റേക്ക് ഉണ്ട്. 2.4 ആണ്. 2.4. ഡിവിഷനൊക്കെ അറിയില്ലാത്തവരൊക്കെ ചോദിച്ചു പഠിച്ചോളണം കേട്ടോ ക്ലാസ് കഴിയുമ്പോ. ഓക്കെ, ക്ലാസ് കഴിയുമ്പോൾ ചോദിച്ചാൽ മതി. ഏതെങ്കിലും ഒക്കെ മനസ്സിലായില്ലെങ്കിൽ, അവിടെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലെങ്കിൽ. ഓക്കെ, കഴിഞ്ഞല്ലോ. ഓക്കെ, അപ്പൊ അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കോൺസെപ്റ്റ് ക്ലിയർ ആണോ? എങ്കിലേ റിലേറ്റീവ് പോകുന്നുള്ളൂ, അല്ലെങ്കിൽ രണ്ടും കൂടെ തട്ടി താഴെ കിടക്കും കേട്ടാ. അബ്സല്യൂട്ട് ക്ലിയർ ആണോ? അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ വാക്വത്തിൽ ലൈറ്റ് ട്രാവൽ ചെയ്യുന്നതിന്റെ എത്ര ടൈം സ്ലോ ആയിട്ടാണ് ഈ മീഡിയത്തിൽ ട്രാവൽ ചെയ്യുന്നത്, അതാണ് ഉദ്ദേശിക്കുന്നത്. വാക്വത്തിൽ ലൈറ്റ് ട്രാവൽ ചെയ്യുന്നതിന്റെ എത്ര ടൈംസ് സ്ലോ ആയിട്ടാണ് നമ്മൾ എടുക്കുന്ന മീഡിയ ഏതാണ് അതിൽ ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത്. ഓക്കെ, അത് കാണിക്കുന്ന നമ്പർ ആണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഇനി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലുള്ള മീഡിയം ആയിരിക്കും ഒപ്റ്റിക്കലി ഡെൻസർ. അത് എഴുതി വെക്കണമെങ്കിൽ എഴുതി വെച്ചു കേട്ടോ. മോർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, മോർ ഒപ്റ്റിക്കലി ഡെൻസർ മതി. അപ്പൊ സ്പീഡ് ഓഫ് ലൈറ്റും കൂടുതലായിരിക്കും അല്ലെ അഫ്രാലി? സ്പീഡ് ഓഫ് ലൈറ്റും കൂടുതലായിരിക്കോ? കുറവായിരിക്കും അല്ലെ? മോർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, അല്ല സോറി, അത് തന്നെ. മോർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, മോർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി, സ്പീഡ് ഓഫ് ലൈറ്റ് വിൽ ബി ലെസ്. ഓക്കെ, അതാണ് ആ കണക്ഷൻ. ഇവർ മൂന്നും തമ്മിലുള്ള കണക്ഷനാണ്. മോർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണെങ്കിൽ മോർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ആണ്, അതായത് സ്പീഡ് ഓഫ് ലൈറ്റ് വിൽ ബി ലെസ്. സ്പീഡ് ഓഫ് ലൈറ്റ് ആ മീഡിയത്തിൽ കുറവായിരിക്കും. ആ ഒരു കണക്ഷൻ ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, ഈ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഇതും കൂടെ വരുന്നതുകൊണ്ട് കൺഫ്യൂഷൻ ആവാൻ വേണ്ടിയിരിക്കാൻ വേണ്ടിയിട്ടാ. രണ്ടും ഒരേ കാര്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണ് എല്ലാവർക്കും? അങ്ങനെയാണെങ്കിൽ പരിചയപ്പെടാം. അഫിനെ പറഞ്ഞോളൂ. പറയാലോ. വേണേ ഇങ്ങനെ എഴുതിയാലും മതി. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഒരു ആരോ മാർക്ക്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുവാണെങ്കിൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഒരു ആരോ മാർക്ക്, അതും കൂടുവാണെന്നാണ് അതിന്റെ അർത്ഥം. അല്ലെങ്കിൽ എഴുതുക മോർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ഒരു ഹൈഫൻ, ഒരു ആരോ ഇടുക. മോർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി, ഒരു ആരോ ഇടുക. സ്പീഡ് ഓഫ് ലൈറ്റ് വിൽ ബി ലെസ്. ഇതാണ് ആ കണക്ഷൻ, ഇവർ മൂന്നും തമ്മിലുള്ള കണക്ഷൻ. ഓക്കെ, കഴിഞ്ഞല്ലോ അല്ലെ? ഓക്കെ, ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അപ്പൊ ഹെഡിങ് കൊടുത്തേ, റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. റിലേറ്റീവ്. സർ, എന്റെ ചാർജ് തീരാനായി, ഞാൻ ഇറങ്ങിയിട്ട് കേറിക്കോട്ടെ. പെട്ടെന്ന് കയറി. റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഓക്കെ, റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞല്ലേ, ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്താണ് റിലേറ്റീവ് എന്താണെന്ന്. അതായത് വാക്കും അല്ല, നമ്മൾ വാക്കും തന്നെ എടുക്കണം എന്നില്ല, ഏത് മീഡിയം നമുക്ക് എടുക്കാം. എല്ലാ മീഡിയങ്ങളെയും പരസ്പരം നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ്
റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അപ്പൊ എഴുതാലോ, ആ വാക്കും എന്നുള്ളത് മാറ്റിയിട്ട് മീഡിയം 1 എന്ന് ഇട്ടാൽ മതി, പ്രശ്നം തീർന്നു. ഓക്കെ, അപ്പൊ റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് ഡെഫിനിഷൻ കൊടുക്കേണ്ടവർക്ക് കൊടുക്കാം. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ, ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ, it is the ratio of speed of light in one medium to the speed of light in another medium. It is defined as the ratio of speed of light in one medium to the speed of light in another medium. Okay, to the speed of light in another medium. Okay, to the speed of light in another medium. അപ്പൊ ഇവിടെ രണ്ട് മീഡിയം തമ്മിൽ കമ്പയർ ചെയ്യാം. ഏതായാലും കുഴപ്പമില്ല, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കമ്പയർ ചെയ്യാൻ പറ്റും. വാട്ടറും ഗ്ലാസും വേണമെങ്കിൽ കമ്പയർ ചെയ്തോ, എയറും ഗ്ലാസും വേണമെങ്കിൽ കമ്പയർ ചെയ്തോ, ഗ്ലാസും ഡയമണ്ടും വേണമെങ്കിൽ കമ്പയർ ചെയ്തോ. ഓക്കെ, അതാണ് റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഓക്കെ, അപ്പൊ നമുക്ക് അവിടെ നിന്ന് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടി ഒരു ഫിഗർ വരയ്ക്കാം. ഇപ്പൊ ഒരു മീഡിയത്തിൽ നിന്ന് ദാ ലൈറ്റ്, ഓക്കെ, ഒരു മീഡിയത്തിൽ നിന്ന് അടുത്ത മീഡിയത്തിലേക്ക് ലൈറ്റ് എൻ്റർ ചെയ്യുവാണ്, അതാ ഇതുപോലെ. ഓക്കെ, നമ്മൾ ആരോ ഇട്ട് കാണിക്കുകയാണ്, ഒരു മീഡിയത്തിൽ നിന്ന് അടുത്ത മീഡിയത്തിലേക്ക് ലൈറ്റ്. അപ്പൊ ഇതാണ് മീഡിയം 1, മീഡിയം 1, ഇതാണ് മീഡിയം 2. ഓക്കെ, ഞാൻ പറയുകയാണ് മീഡിയം 2 വിത്ത് റെസ്പെക്ട് ടു മീഡിയം 1 ആണ് ആദ്യം കേട്ടോ. ഓക്കെ, അതായത് രണ്ടാമത്തെ മീഡിയത്തിൽ ലൈറ്റ് ആദ്യത്തെ മീഡിയത്തിനെ അപേക്ഷിച്ച് എത്ര ടൈംസ് സ്ലോവർ ആയിട്ട് പോകുന്നു എന്ന അതിന്റെ മീനിങ്. N21ന്റെ മീനിങ് എന്താ? 2 വിത്ത് റെസ്പെക്ട് ടു 1. രണ്ടാമത്തെ മീഡിയത്തിൽ ലൈറ്റ് ആദ്യത്തെ മീഡിയത്തിനെ അപേക്ഷിച്ച് എത്ര ടൈംസ് സ്ലോ ആയിട്ടാണ്. അപ്പൊ നമ്മൾ എന്താ കാണിക്കുക? N1/N2 എന്ന് എഴുതുവോ അതോ N2/N1 എന്ന് എഴുതുവോ? ഏതായിരിക്കും കറക്റ്റ്? N1/N2 എന്ന് എഴുതുവോ N2/N1 എന്ന് എഴുതുവോ? ഭീമ നവാസ് പറഞ്ഞോ. N1/N2. നമ്മൾ ആ താളത്തിൽ എഴുതി മിസ്റ്റേക്ക് ആണ് കേട്ടോ. N1/N2 നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. വിത്ത് റെസ്പെക്ട് ടു വാക്കും വന്നപ്പോ നമ്മൾ ആരെയാ മുകളിൽ എഴുതിയേ? വിത്ത് റെസ്പെക്ട് ടു വാക്ക് നമ്മൾ കമ്പയർ ചെയ്തപ്പോ ആരെയാ മുകളിൽ എഴുതിയേ? വാക്കും അല്ലേ? അപ്പൊ ഇവിടെ വിത്ത് റെസ്പെക്ട് ടു വേറൊരു മീഡിയം വരുമ്പോ ഏത് മീഡിയം ആണ് എഴുതണ്ടേ? സെക്കൻഡ് മീഡിയം ആണോ ഫസ്റ്റ് മീഡിയം ആണോ മുകളിൽ എഴുതണ്ടേ? With respect to one medium. വിത്ത് റെസ്പെക്ട് ടു ഏത് മീഡിയം ആണോ അതാണല്ലേ മുകളിൽ എഴുതണ്ടേ? അപ്പൊ മുകളിലെ N2 എന്നാണ് വരുള്ളൂ, ഇത് വരൂല കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കാം. കുട്ടികളൊക്കെ തെറ്റിക്കും. കാരണം അവര് N21 = N2 അല്ല സോറി, അത് തിരിഞ്ഞല്ലേ വരിക. ഇത് കറക്റ്റ് ആണല്ലോ അല്ലെ? പറഞ്ഞത് കറക്റ്റ് ആണല്ലോ അല്ലെ? സോറി, ഞാൻ N12 ആണെന്ന് വിചാരിച്ചു. അപ്പൊ ഇതല്ലേ കറക്റ്റ്? N1/N2. ഓക്കെ, N2/N1 എന്ന് എഴുതരുത് കേട്ടോ. N21 = N2/N1 എന്ന് എഴുതരുത്. വിത്ത് റെസ്പെക്ട് ടു ഏത് മീഡിയം ആണ് നമ്മൾ എടുക്കുന്നത് അതാണ് മുകളിൽ എഴുതേണ്ടത്. സിമ്പിൾ ആയിട്ട് ആലോചിച്ച് ഇത്രേ ഉള്ളൂ. നമ്മൾ അബ്സല്യൂട്ടില് ആ സി മാറ്റിയിട്ട് വേറൊരു മീഡിയം അല്ലേ കൊടുക്കുന്നത്. സി മാറ്റിയിട്ട് ഈ 1 എന്ന് പറയുന്ന ഈ മീഡിയം ആണ് കൊടുക്കുന്നത്, N1. അപ്പൊ ഇത് ഇവിടെ N1 ആണ് വരിക. ഓക്കെ, ഇനി N12 എടുത്താലോ? N12 എടുത്താ മീഡിയം 1 വിത്ത് റെസ്പെക്ട് ടു 2 എടുത്താ രണ്ട് ഈക്വൽ ആയിരിക്കും എന്ന അഭിപ്രായമുള്ള ആരെങ്കിലും ഉണ്ടോ? ഇത് രണ്ട് ഈക്വൽ ആയിരിക്കും. 1 വിത്ത് റെസ്പെക്ട് ടു 2 എടുത്താലും 2 വിത്ത് റെസ്പെക്ട് ടു 1 എടുത്താലും ഈക്വൽ ആണെന്ന അഭിപ്രായമുള്ള കൈ പൊക്കൂ പ്ലീസ്, കൈ പൊക്കൂ. ആരുമില്ല. റുക്സാന ഈക്വൽ അല്ലേ റുക്സാന? ഇപ്പൊ റുക്സാനെ ഞാനും ഓടുവാണ് കേട്ടോ. റുക്സാനെ ഞാനും ഓടുവാണ്. അപ്പൊ ഒരാൾ പറയാണ് ആ ലുലു എന്ന് പറയുന്ന ആ സാറ് ഓടുന്നത് റുക്സാന ഓടുന്നതിന്റെ 2 times ഫാസ്റ്റർ ആയിട്ടാണ്. വേറൊരാൾ പറയാണ് അതായത് ആദ്യം പറഞ്ഞ ഞാൻ ഓടുന്നത് റുക്സാന ഓടുന്നതിന്റെ 2 times ഫാസ്റ്റർ ആണ്. ഓക്കെ, വേറൊരാൾ പറയാണ് റുക്സാന ഓടുന്നത് ഞാൻ ഓടുന്നതിന്റെ 2 times ഫാസ്റ്റർ ആണ്. അങ്ങനെ പറ്റുമോ? അങ്ങനെ സെയിം വന്നാൽ പറ്റുമോ? ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും 2 times ഫാസ്റ്റർ എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ നടക്കുമോ? ഞാൻ 2 times ഫാസ്റ്റർ ആണെങ്കിൽ അദ്ദേഹം 2 times സ്ലോവർ ആയിരിക്കണ്ടേ? അല്ലെ, അതായത് 1/2 ആയിരിക്കും. ഞാൻ 2 ആവുമ്പോൾ അവിടെ 1/2 ആവണം വാല്യൂ. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ 1/2 ആണെങ്കിൽ അവിടെ 2 ആണ്. രണ്ടും ഒരേ വാല്യൂ വന്നാൽ പറ്റില്ലല്ലോ. ഓക്കെ, രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്യുമ്പോൾ രണ്ടും ഒരേ വാല്യൂ വരുമല്ലോ. നിങ്ങൾക്ക് മനസ്സിലായോ? സംഭവം മനസ്സിലായോ? കിട്ടുന്നുണ്ടോ? കിട്ടാത്തവരൊന്ന് കൈവയ്ക്കേ. കിട്ടാത്തവര് ആത്മാർത്ഥമായിട്ട് പറയണം. ഈ സംഭവം കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, എത്ര പേരുണ്ട്? 2. ഓക്കെ, ഒന്നുകൂടെ പറയാം. നമ്മൾ പറയുകയാണ് രണ്ട് മീഡിയം കമ്പയർ ചെയ്യുകയാണെന്ന് വിചാരിച്ചോ. രണ്ട് മീഡിയം ഫോർ എക്സാമ്പിൾ ഞാൻ ഓടുവാണ്, ഉസൈൻ ബോൾട്ട് കമ്പയർ, അതായിരിക്കും എളുപ്പം. ഞാൻ ഓടുവാണ്, ഉസൈൻ ബോൾട്ട് ഓടുവാണ്.
നിങ്ങൾക്ക് അറിയായിരിക്കില്ല ആരായിരിക്കും സ്പീഡിൽ ഓടുക? ഉസൈൻ ബോൾട്ട് ആയിരിക്കും സ്പീഡിൽ ഓടുക. അപ്പൊ എൻ്റെ അടുത്ത് ഞാൻ കമ്പയർ ചെയ്യുമ്പോൾ പറയുവാണ് ഞാൻ ഓടുന്നതിന്റെ L. ഓക്കെ, ഞാൻ ഓടുന്ന ഉസൈൻ ബോൾട്ട് ഓടുന്നതിന്റെ ഒരു 5 times സ്ലോവർ ആയിട്ടാണ് കേട്ടോ. 5 times സ്ലോവർ ആയിട്ടാണ്. ഇനി ഞാൻ ഉസൈൻ ബോൾട്ട് കമ്പയർ ചെയ്യാം. ഉസൈൻ ബോൾട്ട് ഓടുന്നത് ഞാൻ ഓടുന്നതിന്റെ 5 times സ്ലോവർ ആയിട്ട്. ഇത് നടക്കൂല എന്നാ പറഞ്ഞത്. ഇത് നടക്കുവോ? ഇല്ല. ഇത് 1/5 എന്ന് വരുള്ളൂ. റെസിപ്രോക്കലാ വരുള്ളൂ. രണ്ടും 5 വരില്ലല്ലോ. ഞാൻ ഓടുന്നത് അദ്ദേഹം ഓടുന്നതിന്റെ 5 times സ്ലോവർ ആണ്. അദ്ദേഹം ഓടുന്നത് ഞാൻ ഓടുന്നതിന്റെ 5 times സ്ലോ. ഭ്രാന്ത് പിടിച്ചു പോലും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ നടക്കുക. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും 5 times സ്ലോവർ ആണെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഒരാൾ 5 times സ്ലോവർ ആണ്, ഒരാൾ 5 times ഫാസ്റ്റർ ആയിരിക്കും. മനസ്സിലായോ? അപ്പൊ രണ്ടും ഒരേ വാല്യൂ വരൂല. അപ്പൊ ഇവിടുത്തെ രണ്ടും ഒരേ വാല്യൂ വരില്ല എന്ന് പറയാൻ വേണ്ടി കഥ മൊത്തം പറയും. ഇതൊന്നും അറിഞ്ഞില്ലെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്ക് ചെയ്യണോണ്ട് കുഴപ്പമൊന്നുമില്ല ഇതൊന്നും അറിഞ്ഞില്ലെങ്കിലും കേട്ടോ. നേരെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പക്ഷെ എന്താണെന്ന് മനസ്സിലാക്കുക. അപ്പൊ N12 എങ്ങനെ ചെയ്യാം? N1 വിത്ത് റെസ്പെക്ട് ടു ആരെയാ? 2. അതാ മുകളിൽ എഴുതുന്നത്. അപ്പൊ N2/N1. ഓക്കെ ആണോ? N2/N1. അപ്പൊ ഇത് രണ്ട് വാല്യൂ ആയിരിക്കും കിട്ടുക. നിങ്ങൾ ഇതിപ്പോ 2 മീഡിയം ആണല്ലോ, അങ്ങോട്ട് കമ്പയർ ചെയ്ത് എന്താ ഇങ്ങോട്ട് അങ്ങനെ വിചാരിക്കാണ്ടിരിക്കാനാ കേട്ടോ. N2/N1 ആണെങ്കിൽ ഇവിടെ വരുന്നത് N1/N2. അപ്പൊ ഒന്നിന്റെ റെസിപ്രോക്കൽ ആയിരിക്കും മറ്റടുത്ത് കിട്ടുക. ഓക്കെ, ഒരു വാല്യൂ ഏതാണോ അതിന്റെ റെസിപ്രോക്കൽ ആയിരിക്കും അടുത്തേൽ വരിക. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ആലോചിക്കാം. ഓക്കെ, ഒരു വാല്യൂയുടെ റെസിപ്രോക്കൽ ആണ് അപ്പുറം വരിക. ഓക്കെ, ഇത് ബോക്സിലാക്കിക്കോ. റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഇനി ഇവിടെ എയർ വന്നാലോ? എയർ വന്ന എയറിന്റെ വെച്ചിട്ട് റിലേറ്റീവ് എടുക്കും കേട്ടോ. ഓക്കെ, എയർ മുകളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ വേറൊരു പേര് കൂടി പറയാം, അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്നും കൂടി പറയാം. ഓക്കെ, എയർ താഴെ വന്നു കഴിഞ്ഞാൽ അത് റിലേറ്റീവ് ആണ്. കാരണം എയർ മുകളിൽ വന്നാലാണ് നമ്മൾ അതിനെ അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. എയറിന്റെ സ്പീഡ് അല്ലെങ്കിൽ വാക്വത്തിലെ ലൈറ്റിന്റെ സ്പീഡ് മുകളിൽ വെച്ച് കമ്പയർ ചെയ്യുന്നതാണ് അബ്സല്യൂട്ട്. ഓക്കെ, അപ്പൊ പറഞ്ഞു വരുന്നത് അബ്സല്യൂട്ട് ആണെങ്കിലും അതും ഇതിന്റെ ഒരു സബായിട്ടാ വരുന്നത് അല്ലെ. എല്ലാം നമുക്ക് കോമൺ ആയിട്ട് വിളിക്കാം റിലേറ്റീവ് എല്ലാം റിലേറ്റീവ് ആയിട്ടാണ് നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അതിലൊരു കേസാണ് അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. മുകളിൽ വാക്കും വരുന്ന കേസാണ് അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ്. ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോ? അങ്ങനെ നമുക്ക് ലെറ്റസ് പ്രോബ്ലം സെക്ഷനിലേക്ക് പോവാം. ഓക്കെ ഓക്കെ, അനശ്വര പറഞ്ഞോ. സാർ അപ്പൊ ഇതിൽ ഏതാ എഴുതണ്ടേ? ശരിക്കും രണ്ടും എഴുതണം ഇക്വേഷൻ. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു വാക്കും കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിക്കേണ്ട അബ്സല്യൂട്ട് ആണ്. വിത്ത് റെസ്പെക്ട് ടു വേറെ ഏത് മീഡിയം ചോദിച്ചാലും അവിടെ ചെയ്യേണ്ട റിലേറ്റീവ് ആണ്. ഓക്കെ, അത് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ക്ലിയർ ആയിക്കോളും. വേറെ എന്തെങ്കിലും സംശയം? അതല്ല സാർ, ഈ N21 ഇല്ലേ, അത് N12 എന്ന് പറഞ്ഞില്ലേ, അതിൽ ഏതാ എഴുതണ്ടേന്ന് ചോദിച്ചാൽ രണ്ടും പഠിക്കാനുള്ളതാണ്. ക്വസ്റ്റ്യനിൽ ചോദിക്കുവാണ് അനശ്വര വിത്ത് റെസ്പെക്ട് ടു ലുലു എന്നാണെങ്കിൽ ഫസ്റ്റ് ഇക്വേഷൻ എഴുതിക്കോ. ലുലു വിത്ത് റെസ്പെക്ട് ടു അനശ്വര എന്നാണെങ്കിൽ സെക്കൻഡ് ഇക്വേഷൻ എന്ന് പറയുന്ന പോലെ. മനസ്സിലായി? അതായത് ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു വാട്ടർ ആണെങ്കിൽ ഫസ്റ്റ് ഇക്വേഷൻ എഴുതുക. വാട്ടർ വിത്ത് റെസ്പെക്ട് ടു ഗ്ലാസ് ആണ് ചോദിക്കുന്നെങ്കിൽ സെക്കൻഡ് ഇക്വേഷൻ എഴുതുക. ഓക്കെ, ഇപ്പൊ മീഡിയം 1 ഇപ്പൊ ഞാൻ അതിന്റെ എക്സാമ്പിൾ അത് നിങ്ങൾക്ക് ചെയ്താലേ മനസ്സിലാവുള്ളൂ കേട്ടോ. പറഞ്ഞു തരുന്നതിൽ അതിലൊരു പരിധി ഉണ്ടല്ലോ. ഇപ്പൊ ഗ്ലാസും വാട്ടറും ആണ്. ഇപ്പൊ എഴുതണമെന്നില്ല കേട്ടോ, അത് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ വരുന്നുണ്ട്. ഗ്ലാസും വാട്ടറും ആണ്. അപ്പൊ ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു വാട്ടർ എന്നാണ് ചോദിക്കുന്നെങ്കിൽ ഇതല്ലേ ചെയ്യണ്ടേ? 1 വിത്ത് റെസ്പെക്ട് ടു 2. ഇനി വാട്ടർ വിത്ത് റെസ്പെക്ട് ടു ഗ്ലാസ് ആണ് ചോദിക്കുന്നെങ്കിൽ ഇതല്ലേ ചെയ്യണ്ടേ? മനസ്സിലായി? അനുസരിച്ച് ക്ലിയർ ആണോ? ഓക്കെ, അത് ചോദിക്കുന്ന ക്വസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അത് ഏതാണ് ചോദിക്കുന്നത് അങ്ങനെ ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ പ്രോബ്ലം പോവാം. ലെറ്റസ് അസസിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. നിങ്ങൾ ലെറ്റസ് അസസ് ക്വസ്റ്റ്യൻ 1 എന്ന് എഴുതിയാൽ മതി. അതൊന്നും എഴുതി സമയം കളയണ്ട കേട്ടോ. ബുക്കില് ലെറ്റസ് അസസ് ക്വസ്റ്റ്യൻ പിന്നെ എഴുതിയാൽ മതി കേട്ടോ. എഴുതണം കേട്ടോ. കാരണം ഞാൻ വിശ്വസിക്കുന്നില്ല നിങ്ങൾ എക്സാമിന് വേണ്ടിയിട്ട് ടെക്സ്റ്റ് ഒരു കൈ പിടിച്ച് ക്വസ്റ്റ്യൻ വായിക്കുന്നു, ബുക്കിൽ മറ്റേ കയ്യിൽ ആൻസർ നോക്കുന്നു. അങ്ങനെ നിങ്ങൾ ചെയ്യുമെന്ന് എനിക്കെന്തോ ചെയ്യുന്നവരുണ്ടാവും കേട്ടോ. അതുകൊണ്ട് എന്ത് ചെയ്യുക, സമയം കിട്ടുമ്പോൾ ആ ക്വസ്റ്റ്യൻ അതിനകത്തേക്ക് ഒന്ന് എഴുതി വെച്ചേക്കാം കേട്ടോ. ഓക്കെ, ലെറ്റസ് അസസിലെ ക്വസ്റ്റ്യൻ 1 ഒന്ന് ശരിക്കും വായിച്ചു. അതിന്റെ ആൻസർ അറിയാവുന്നവരൊക്കെ പെട്ടെന്ന് ഒന്ന് ആൻറൈസ് ചെയ്ത് വെച്ചേക്കാം. അതിനകത്ത് ആൻറൈസ് അതിന്റെ ആൻസർ കിട്ടിയവര്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമ്മളിപ്പോ പഠിച്ചൊക്കെ ഓക്കെ ആണ്. ഇതൊക്കെ പെടപെടാൻ നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. ആരാ മിടുക്കി? അനീറ്റ ആദ്യം തന്നെ വയ്ക്കും. ഓക്കെ, പിന്നെ ബാക്കിയുള്ളവർ വായിച്ചു. ഫൈൻഡ് ഔട്ട് ദ മീഡിയം വിച്ച് ലൈറ്റ് പാസസ് വിത്ത് മാക്സിമം സ്പീഡ്. ഇതിൽ ഏത് മീഡിയത്തിലെ ലൈറ്റ് മാക്സിമം സ്പീഡിൽ ട്രാവൽ ചെയ്യുന്നത്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നിട്ടുമുണ്ട്. ഭയങ്കര ചോദ്യമായി പോയില്ലേ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വാല്യൂ തന്നിട്ടുണ്ട്. എന്നിട്ട് ചോദിച്ചേക്കുവാണ് ഇതിൽ ഏത് മീഡിയത്തിലാണ് ലൈറ്റ് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ട്രാവൽ ചെയ്യുന്നത്.
കിട്ടുന്നില്ലേ? ഇനി കിട്ടാത്താരുള്ള അൽസാബിത്തിന് കിട്ടുന്നില്ല. അൽസാബിത്ത് പഠിക്കും എന്നൊക്കെ പറഞ്ഞ് ഞാൻ കമ്പയർ ഒക്കെ ചെയ്തിട്ട് ഓക്കെ. ഫാത്തിമ സാലക്ക് കിട്ടുന്നുണ്ടാ? ഫാത്തിമ ഇത് ഞാൻ കിട്ടുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആൻഡ്രൈസ് ചെയ്യാൻ വേണ്ടി കുറച്ച് പേര് ഇരിക്കുന്നുണ്ട്. മുഹമ്മദ് അയാൻ, ഹാരിസ കിട്ടിയാ? അരീന കിട്ടിയോ? അരീന ഓക്കെ. ഇനി എല്ലാവരും കണ്ണടച്ചേ, എല്ലാവരും ശരിക്കും കണ്ണടച്ചേ. ഞാൻ ചോദിച്ചോളാം, ഞാൻ കണ്ടുപിടിച്ചോളാം ഇതിനകത്ത് ആർക്കാ കിട്ടാത്തത് കേട്ടോ. കണ്ണടച്ചേ, ശരിക്കും കണ്ണടച്ചോ കേട്ടോ. ഓക്കെ. ഇതിനകത്ത് ഏറ്റവും സ്പീഡിൽ ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത് ഫ്ലിന്റ് ഗ്ലാസ് ആണെന്നുള്ളതെന്ന് കൈവയ്ക്കേ. 1.67 റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള ഫ്ലിന്റ് ഗ്ലാസ്സിലാണ്. കാരണം ഏറ്റവും കൂടുതൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വന്നേക്കുവാണ്. അതിലാണ് ഏറ്റവും സ്പീഡിൽ ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത്. ഫാത്തിമ PA ഒരാളല്ലേ, ബാക്കി എല്ലാവരും കണ്ണു തുറന്നോ. ഫാത്തിമ വീഴരുത് കേട്ടോ, കട്ടറിൽ വീഴരുത്. ഓക്കെ. അവിടെയല്ല, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഏറ്റവും കുറവ് ഏതിനാണ് അതിലായിരിക്കും ലൈറ്റ് ഏറ്റവും സ്പീഡിൽ. കാരണം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടാന്ന് പറഞ്ഞാൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടാന്ന് അതിന്റെ അർത്ഥം. ഓക്കെ. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലാണോ ലൈറ്റ് ഏറ്റവും സ്പീഡിൽ? ഇല്ല, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലാണെങ്കിൽ ലൈറ്റിന് കൂടുതൽ റെസിസ്റ്റൻസ് ആണ്. ഓക്കെ. അപ്പൊ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവുള്ളത്, അതായത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഏതുള്ളത്? കുറവുള്ളതായിരിക്കും. ഏതായിരിക്കും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവുള്ള? വാട്ടർ ആൻസർ മനസ്സിലാലോചിച്ച് എത്ര വരണമെന്ന് കൈവയ്ക്ക്. വാട്ടർ മനസ്സിലാലോചിച്ചവര്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. വാട്ടർ കേട്ടോ, വാട്ടർ എന്ന് അവിടെ എഴുതി വെച്ചോ. ഓക്കെ. ഓക്കെ. അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്യാം, ഒരു പ്രോബ്ലം ചെയ്യാം കേട്ടോ. ക്വസ്റ്റ്യൻ എഴുതിക്കോ, ഞാൻ ബോർഡ് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇഫ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാട്ടർ ഈസ് if the speed of light in water is 2.25 into 10 raised to 8 meter per second. 2.25 into 10 to the power 8 meter per second. Full stop അവിടെ ഇല്ല കേട്ടോ, അത് അറിയേണ്ട ഒന്നാണ്. 10 to the power 8. Okay. First question, calculate the speed of light in vacuum. Calculate the speed of light in vacuum. Speed of light in vacuum. B question. Calculate the speed of light in glass. Calculate the speed of light in glass. Okay. Lower hand ചെയ്തേ, എല്ലാവരും lower hand ചെയ്തേ. Okay, കഴിഞ്ഞോ? Okay. അപ്പൊ ഇതെന്താ? കാൽക്കുലേറ്റ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം അല്ലെ? പറഞ്ഞോ. ഇല്ല, റുക്സാന ഇല്ല. ഓക്കെ. അപ്പൊ കാൽക്കുലേറ്റ് സ്പീഡ് ഓഫ് ലൈറ്റ് വാക്വം. അപ്പൊ അതിന്റെ താഴെ നമ്മൾ എന്ത് എഴുതും? അത് കാൽക്കുലേറ്റ് ചെയ്യാനൊന്നുമില്ല, ഞങ്ങൾക്ക് അറിയാം. 3 into 10 raised to 8 meter per second ആണെന്ന് അല്ലേ? അങ്ങനെയാണോ എഴുതാൻ പോകുന്നത്? അല്ല, കാൽക്കുലേറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ കണ്ടുപിടിക്കാനാണ്. നമുക്ക് അറിയില്ല കേട്ടോ, കണ്ടുപിടിക്കാന്ന് അതിന്റെ മീനിങ്. അപ്പൊ നേരത്തെ ക്ലാസ്സിൽ ഒരുത്തും ചോദിച്ചു, സാറ് നമുക്ക് അറിയാലോ, അപ്പൊ 3 into 10 raised to 8 എന്ന് എഴുതിയാൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. അത് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ചില സാറന്മാര് ചിലപ്പോ എഴുതി വെച്ചിട്ടുള്ള മാർക്ക് വരും. എന്നാൽ ഈ നമ്മുടെ ആൻസർ നോക്കുന്ന സാറന്മാരുടെ മാനസികാവസ്ഥ പലതായിരിക്കുമല്ലോ. ചിലപ്പോൾ ഭാര്യയായിട്ടൊക്കെ വഴക്കുണ്ടാക്കിയിട്ട് വന്നിട്ടായിരിക്കും നിങ്ങളുടെ പേപ്പർ നോക്കുക. അപ്പോഴാണ് ഒരുത്തൻ അവിടെ വെറുതെ 3 into 10 raised to 8 meter per second എന്നൊക്കെ എഴുതി വെച്ചേക്കുന്നത്. ചിലപ്പോൾ ഒറ്റ വെട്ടം വെച്ചേക്കും കേട്ടോ. അതുകൊണ്ട് പറയാൻ പറ്റില്ല. നമ്മുടെ പാതി, നമ്മുടെ 50% പക്ക പെർഫെക്റ്റ് ആയിരിക്കണം കേട്ടോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? കാൽക്കുലേറ്റ് ചെയ്യുക. എങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക? അപ്പോ n ഈക്വൽ ടു, നമുക്ക് ഒരു ഇക്വേഷൻ ഉള്ളൂ, n ഈക്വൽ ടു c/v. ഈ c നമുക്ക് ഇവിടെ അറിയില്ല. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ എത്രയാ? അല്ല സോറി, അത് തന്നെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വാട്ടറിന്റെ അല്ല സ്പീഡ് ഓഫ് ലൈറ്റ്. ഇവിടെ ഏത് മീഡിയത്തിന്റെ സ്പീഡ് ഇട്ട് കൊടുക്കുന്നോ ആ മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമുക്ക് ഇവിടുന്ന് കിട്ടുക. അങ്ങനെയല്ല പഠിച്ചേക്കണേ. ഇവിടെ ഏത് മീഡിയം ആണോ അതേ മീഡിയത്തിന്റെ തന്നെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇവിടെ ഇട്ട് കൊടുക്കുക, വാല്യൂ നോക്കുക കേട്ടോ. സ്പീഡ് ഓഫ് ലൈറ്റ് എത്രയാ? ഇതാ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പഠിക്കണം കേട്ടോ. വാട്ടറിന്റെ എത്രയാ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്? ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ തരാം, എന്നാലും അത് പ്രതീക്ഷിക്കണ്ട, പഠിച്ചോ. എത്രയാ വാട്ടറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്? ആർക്ക് പറയാം? 1.3. അതൊന്ന് പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ, ആ വാല്യൂസ് ഒക്കെ 1, 1.3, 1.5, 2.4 ആ വാല്യൂസ് ഒക്കെ കാണാതെ പഠിച്ചു വെക്കാം കേട്ടോ. ഓക്കെ, ചെയ്തോ. ഇനിയിപ്പോ ഒന്നുമില്ല, ഇത് ഡിവൈഡ് ചെയ്താൽ മതി. സി കണ്ടുപിടിക്കാൻ
ഇത് തമ്മിൽ ഇത് സ്വാപ്പ് ചെയ്തോ. നമുക്ക് ഇങ്ങനെ ഒരു ഫ്രാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാപ്പ് ചെയ്തോ ഒരു കുഴപ്പമില്ല കേട്ടോ. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ഒരാൾ പറയുകയാണ് 10 എന്ന് പറയുന്നത് 20ന്റെ പകുതിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 10 വേണേ ഇങ്ങോട്ട് ഇട്ട് കൊടുത്തോ, ഈ 2 ഇങ്ങോട്ട് ഇട്ടാലോ ഒരു കുഴപ്പം വരില്ല. 2 = 10 അല്ല എന്താ വരിക അപ്പോ 2 = 20/10 എന്നാ, തെറ്റിയൊന്നുമില്ലല്ലോ, കറക്റ്റ് അല്ലേ? അപ്പൊ ഫ്രാക്ഷൻ ഒരു കുഴപ്പമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സ്വാപ്പ് ചെയ്ത് വിചാരിച്ചു. അപ്പൊ v = c/, ഇവിടെ അത് ചെയ്യണ്ടല്ലോ അല്ലെ, ഇവിടെ c ആണ് കണ്ടുപിടിക്കുന്നത്, നേരെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി, ഇതിനെങ്ങോട്ട് കൊണ്ടുപോയാൽ മതി. ഇനി നിങ്ങൾക്ക് ഇപ്പൊ ഡിവൈഡ് ചെയ്യുമ്പോഴൊക്കെ എന്തെങ്കിലും ഒരു സംശയം വരുവാണെങ്കിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് ചെയ്യാറുള്ള ഒരു മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാ, ഇതിനോട് സിമിലർ ആയിട്ട് എനിക്ക് അറിയാവുന്ന എന്തെങ്കിലും ഒരു ഫ്രാക്ഷൻ ഞാൻ ഇട്ട് കൊടുക്കും. 50 = 100ന്റെ പകുതി ഇങ്ങനെ ഇട്ട് കൊടുക്കും. ഇതും ബന്ധമൊന്നുമില്ല, പക്ഷെ ഇതിനോട് സിമിലർ ആണല്ലോ. എന്നിട്ട് ഞാൻ ഈ 100 കിട്ടാൻ വേണ്ടി 50ന് എന്ത് ചെയ്യണം എന്ന് ആലോചിക്കും. സിമ്പിൾ, 100 കിട്ടാൻ 50ന് എന്താണ് ഇവിടെ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇവിടെ 2 കിട്ടാൻ ഇത് തമ്മിൽ എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് വളരെ ഈസിയാണ്. പിന്നെ ഒരുപാട് ചിന്തിക്കേണ്ട കാര്യമില്ല, ഇതങ്ങ് മാറ്റി ഇട്ട് കൊടുത്താൽ മതി. ഇവിടെ നോക്കിയേ, ഇവിടെ എനിക്ക് 100 കിട്ടാൻ ഇത് രണ്ടും എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയാം. ഇതെനിക്ക് അറിയാവുന്ന സിമ്പിൾ ആയിട്ടുള്ള ഫ്രാക്ഷൻ ആണ് അല്ലെ, അതുകൊണ്ട് എനിക്ക് അറിയാം 50 × 2 ആണ്. അപ്പൊ ഇവിടെ n × v ചെയ്തോ, c = n × v അല്ലെ. n-ന്റെ വാല്യൂ എത്രയാണ്? n-ന്റെ വാല്യൂ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ്, ഇപ്പൊ ഒരാൾ പറഞ്ഞല്ലോ 1. സഹറ എത്രയാണ് പറഞ്ഞോ? 1.3. 1.3 ഇൻറ്റു സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം എത്രയാണ്? അല്ല സ്പീഡ് അല്ലോ, സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാട്ടർ ആണ് കേട്ടോ, വാട്ടർ 2.25 × 10⁸. ഇത് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യാനൊന്നും പോകണ്ട, ഇതിന്റെ ആൻസർ നിങ്ങളുടെ കയ്യിൽ റെഡിമെയ്ഡ് ഉണ്ട്. ഓക്കെ, എത്രയാ അച്ചു ആൻസർ? 3 × 10⁸. 3 × 10⁸. ഈ 10⁸ ഉപദ്രവിക്കാൻ പോകണ്ട കേട്ടാ, ഇത് അങ്ങനെ തന്നെ കേട്ടാ. ചെറുപ്പത്തിൽ ഈ പാള വലിച്ചുകൊണ്ട് കിടക്കുന്ന പോലെ ഇതിനങ്ങ് ആൻസർ വരെ വലിച്ചുകൊണ്ടെന്ന് എത്തിച്ചാൽ മതി കേട്ടോ, വേറെ ഒന്നും അതിന് ചെയ്യണ്ട, അത് അവിടെ കിടന്നോട്ടെ കേട്ടാ. ഓക്കെ, 3 എവിടെ × 10⁸ അങ്ങനെ തന്നെ കിടന്നോട്ടെ, ബാക്കിയുള്ളതിന് ചെയ്താൽ മതി നിങ്ങൾ. ഇതിപ്പോ ചെയ്യേണ്ട കാര്യമില്ല, ഇത് ഓൾറെഡി നമുക്ക് ആൻസർ അറിയാം അതുകൊണ്ട്. ഓക്കെ, അടുത്ത സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഗ്ലാസ് ആണ്. സെയിം ഇക്വേഷൻ ഒന്നും ഒരു മാറ്റമില്ല. n = c/v. ഇവിടെ നമുക്കിപ്പോ c അറിയാം, 3 × 10⁸. അതുപോലെ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം അല്ല ഗ്ലാസ് ആണ് ചോദിച്ചത്. അപ്പൊ ഗ്ലാസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അതറിയാൻ വേണ്ടി ഇവിടെ ng/vg എന്ന് എഴുതിക്കോ കേട്ടോ, മനസ്സിലാക്കാൻ വേണ്ടി. അതുപോലെ ഇവിടെ nw/vw എന്ന് എഴുതിക്കോ, വാട്ടറിന്റെ ആണ് എടുക്കേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ട് കേട്ടോ. അതുപോലെ ഇവിടെ ഗ്ലാസിന്റെ ഏത് മീഡിയത്തിന്റെ സ്പീഡ് ഓഫ് ലൈറ്റ് അവിടെ കൊടുക്കണം, അതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൊടുക്കാവുള്ളൂ. അതൊക്കെ ശ്രദ്ധിക്കുന്നു, ഇവിടെയൊക്കെയാണ് തെറ്റുകൾ വരുന്നത്, ഇവിടെയൊക്കെയാണ് കേട്ടോ. ഇവിടെ അതൊക്കെ മനസ്സിലാക്കുക. ഇവിടെ ഗ്ലാസിന്റെ സ്പീഡ് ഓഫ് ലൈറ്റ് കൊടുത്ത ഇവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാണേണ്ടത് ഗ്ലാസിന്റെ ആണ്. ഇവിടെ വാട്ടറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് ഇവിടെ കൊടുക്കുന്നെങ്കിൽ ഇവിടെ സ്പീഡ് ഓഫ് ലൈറ്റ് കൊടുക്കേണ്ടത് വാട്ടറിന്റെ ആണ്. ഓക്കെ, ചെയ്തു നോക്കോ, ആൻസർ കണ്ടുപിടിച്ചു. ഇവിടെയാ ഞാൻ പറഞ്ഞ സ്വാപ്പ് ചെയ്യണം എന്ന് പറഞ്ഞ ഇവിടെയാ. ഇപ്പൊ ഇവിടെ എന്താ എനിക്ക് കണ്ടുപിടിക്കേണ്ടത്? ഇവിടെ എന്താണ്? സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഗ്ലാസ്. അതെ, ഇതാണ് ക്വസ്റ്റ്യൻ മാർക്ക്. കണ്ടോ, കണ്ടുപിടിക്കേണ്ടത് ഇതാണ്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണമെന്ന് സപ്പോസ് നിങ്ങൾക്ക് അറിയില്ല, നിങ്ങളപ്പോ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് അറിയാവുന്ന എന്തെങ്കിലും ഒരു ഫ്രാക്ഷൻ ഇവിടെ ഇട്ട് കൊടുക്കുക. 10 എന്ന് പറയുന്നത് 20ന്റെ പകുതി, സിമ്പിൾ ആയിട്ടുള്ള ഫ്രാക്ഷൻ. എന്നിട്ട് ഈ 2 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എന്താ ചെയ്യേണ്ടത്? 20നെ 10 കൊണ്ടാണോ ഡിവൈഡ് ചെയ്യേണ്ടത്, അതോ 10നെ 20 കൊണ്ടാണോ ഡിവൈഡ് ചെയ്യുന്നത്? അത് തന്നെ ഇവിടെ നിങ്ങൾ ചെയ്താൽ മതി. ഓക്കെ, ഇവിടെ എന്താ ചെയ്യേണ്ടത്? സീനെ ng കൊണ്ട് ഡിവൈഡ് ചെയ്യണോ, ng c കൊണ്ട്? ഈ 2 കണ്ടുപിടിക്കണമെങ്കിൽ 20നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണോ, 10നെ 20 കൊണ്ട്? അത് തന്നെ ഇവിടെ ng c കൊണ്ട് ഡിവൈഡ് ചെയ്യണോ, c-നെ ng കൊണ്ട് ഡിവൈഡ് ചെയ്യണോ? ഇതുകൊണ്ട് ഇവിടെ ഒന്നും കയറ്റി എഴുതരുത് കേട്ടോ, എന്റെ ഇടയ്ക്ക് കയറ്റി എഴുതരുത്. ടീച്ചർ വിചാരിക്കും വേറെ എന്തൊക്കെ എഴുതി വെച്ചേക്കാന്ന് വിചാരിച്ച് കേട്ടോ. ഇതോടെ മാറ്റി ചെയ്ത് നോക്കിയാൽ മതി. അലീനയ്ക്ക് ഉറക്കം വരുന്നുണ്ടോ? ഇല്ല. അൽസാബിത്തിന് കിട്ടിയ? അൽസാബിത്തെ ഇത് ഈ ഇടയ്ക്ക് ഇങ്ങനെ വയറ് കണക്ഷൻ വിട്ടു, അപ്പൊ ഞാൻ ഇങ്ങനെ എടുത്ത് കണക്ഷൻ കൊടുത്താലാണ് പിന്നെ വർക്ക് ചെയ്യുള്ളൂ അല്ലെ. ചുമ്മാ നോക്കിയിരിക്കുകയാണ്. ചെയ്തോന്ന് ചോദിക്കുമ്പോ പിന്നെ ചെയ്തു തുടങ്ങും. പെട്ടെന്നാവട്ടെ. അനീറ്റിയൊക്കെ കൈവക്കി, പെട്ടെന്നാവട്ടെ. സ്പീഡ് പോരാ കേട്ടാ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവാണ്. അല്ല, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലാണ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലാണ്. അതെ, ആഷ്നമോള്. അപ്പൊ അനീറ്റിനേക്കാൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവാണ്, അല്ല കൂടുതലാണ് ആഷ്നയ്ക്ക് കേട്ടോ. ഓക്കെ, ഇനി ആർക്കാ കൂടുതൽ? സ്വാലിക്ക് കുറച്ചുകൂടി കൂടുതലാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ശബനയ്ക്ക് ഒരു അല്പം കൂടി കൂടുതലാണ്. അതെ, ആൾക്കാർ കൈവെക്കുന്നു.
ബാക്കിയുള്ളവരൊക്കെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തീരെ കുറവുള്ളവരാണോ? ഫാത്തിമ ഇസ്മായിലൊക്കെ കുറവുള്ള മീഡിയ ആണോ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തീരെ കുറവുള്ള മീഡിയ എന്ന് തോന്നുന്നു. ആ സ്പീഡ് പോരല്ലോ. ഫാത്തിമ എന്താ തടസ്സം? എന്താ ഫാത്തിമ അവിടെ ഡിവൈഡ് ചെയ്യാൻ എന്താ തടസ്സം? എന്താ ഫാത്തിമ ഇസ്മായിൽ പറഞ്ഞോ, അവിടെ എന്താ തടസ്സം? അവിടെ അവിടെ വീട്ടുകാരുടെ തടസ്സമാണല്ലോ, വേറെ തടസ്സങ്ങളൊന്നും ഇല്ല അല്ലെ? പെട്ടെന്ന് ഇത് ഗ്ലാസും വാട്ടർ എന്ന് പറയുമ്പോ റിലേറ്റീവ് അല്ല, ഗ്ലാസും വാട്ടറും ഗ്ലാസും അവർ പറഞ്ഞിട്ടില്ലല്ലോ. സ്പീഡ് ഓഫ് ലൈറ്റും ഗ്ലാസ് കാണാനല്ലോ പറഞ്ഞല്ലോ, വാട്ടറിന്റെ കാര്യം മിണ്ടിയിട്ടില്ലല്ലോ. ആ യന്ത്രം ഓഫ് ചെയ്ത് ഞാൻ പറയാം. ആ ഓക്കെ, ഇവിടെ വാട്ടറിന്റെ കാര്യം അവർ മിണ്ടിയിട്ടില്ലല്ലോ. വിത്ത് റെസ്പെക്ട് ടു വാട്ടർ എന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, ഒരിടത്തും പറഞ്ഞിട്ടില്ല. വാട്ടറിലല്ല സ്പീഡ് കാണാൻ ചോദിച്ചിട്ടുള്ളൂ, വേറെ നമ്മളടുത്ത് പറഞ്ഞിട്ടില്ല. വാട്ടറിൽ സ്പീഡ് കാണാൻ ചോദിച്ചോക്കണം. അപ്പൊ നേരെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇട്ട് കൊടുത്ത് ചെയ്താൽ മതി. ഓക്കെ, പറഞ്ഞോ. സാർ അപ്പൊ കാൽക്കുലേറ്റ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം എന്ന് പറഞ്ഞപ്പോ അത് വാക്വം ആയിട്ട് ഡിവൈഡ് ചെയ്താൽ പോരായിരുന്നു? കാൽക്കുലേറ്റ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം എന്ന് പറഞ്ഞപ്പോ എങ്ങനെ? അതായത് അവിടെയും പറഞ്ഞിട്ടില്ലല്ലോ വാട്ടർ ആയിട്ട് ചെയ്യണമെന്ന്. അങ്ങനെ വാക്വമായിട്ട് ഡിവൈഡ് ചെയ്യാ. പക്ഷെ അവിടെ വാട്ടർ ആയിട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. കാൽക്കുലേറ്റ് ദ സ്പീഡ് ഓഫ്, അല്ല ഇവിടെ വാട്ടർ നമുക്ക് അല്ലാണ്ട് എങ്ങനെയാ നമ്മൾ കണ്ടുപിടിക്കുക? ഇതെങ്ങനെ അല്ലാണ്ട് നമ്മൾ കണ്ടുപിടിക്കുക? വേറെ വാക്വം വാട്ടറും ഡിവൈഡ് ചെയ്യാനാണെങ്കിൽ ഇവിടെ കാൽക്കുലേറ്റ് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഗ്ലാസ് എന്ന് പറയുമ്പോൾ വാട്ടറും ഗ്ലാസും അല്ലേ ഡിവൈഡ് ചെയ്യേണ്ടത്? വാട്ടറും ഗ്ലാസും ഡിവൈഡ് ചെയ്തിട്ട് എങ്ങനെ നിങ്ങൾ ചെയ്യും? അതായത് വാട്ടർ വിത്ത് റെസ്പെക്ട് ടു ഗ്ലാസ് അല്ലെ, വാട്ടർ വിത്ത് റെസ്പെക്ട് ടു ഗ്ലാസ് എന്നിട്ട് നിങ്ങൾ അവിടെ ഇട്ട് കൊടുക്കും. അപ്പൊ എന്ത് വരും? VG, വെലോസിറ്റി ഓഫ് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാട്ടർ ഡിവൈഡ് ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാട്ടർ. ഇങ്ങനെ ചെയ്തോ, ഒരു കുഴപ്പമില്ല, ആൻസർ കറക്റ്റ് ആയിരിക്കും. ഓക്കെ, ഇതേ ആൻസർ തന്നെ കിട്ടുള്ളൂ. പക്ഷേ ഇവിടെ ബാക്കിയൊക്കെ അറിയേണ്ട വരും. ഏതാ? സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഗ്ലാസ് ചോദിച്ചു, അതുകൊണ്ട് പിന്നെ വെലോസിറ്റി ഇതറിയാമോ? NWBG അറിയാമോ? അല്ല അതല്ല, അത് ഡൗട്ടാണ്, അതെനിക്ക് ഇഷ്ടപ്പെട്ടു, അത് ചോദിക്കണം അങ്ങനെ കേട്ടോ, അറിയാവോ? എന്നാലാണ്, അല്ലെങ്കിൽ ഈ വഴിക്ക് പോകും ചിലര്. ഇപ്പൊ അത്രയും സമയം സാറ് ലാഭിച്ചു കൊടുത്തു. ആ വഴി പോകുമ്പോൾ ഉള്ള കട്ടർ നമ്മൾ മുൻകൂട്ടി കണ്ടു, ഇനി നമുക്ക് തിരിഞ്ഞു പോവാം. ഓക്കെ, അതുകൊണ്ടാ പറഞ്ഞേ, നിങ്ങൾ വഴികളൊക്കെ പറഞ്ഞോ, അതൊക്കെ കുഴപ്പമില്ല, നല്ല കാര്യമാണ് കേട്ടോ, വെരി ഗുഡ്. ആ സംശയം ചോദിച്ചേനെ കേട്ടോ. ഇത് നമുക്ക് അറിയില്ലല്ലോ, നമുക്ക് ഇതല്ല അറിയാവുള്ളൂ. നമുക്കറിയാം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമ്മൾ കാണാൻ പഠിച്ചിട്ടുണ്ട്. നമുക്ക് എളുപ്പമാണ് ഇനി ഓരോ മീഡിയം വിത്ത് റെസ്പെക്ട് ആയിട്ട് കിട്ടുന്ന എത്രയാണെന്ന് കാണാതെ പഠിക്കില്ല. വാട്ടർ വിത്ത് റെസ്പെക്ട് ടു ഗ്ലാസ്, ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു ഡയമണ്ട്, ഡയമണ്ട് വിത്ത് റെസ്പെക്ട് ടു ഓയിൽ, ഇതെല്ലാം കാണാതെ പഠിച്ചുകൊണ്ട് എക്സാമിന് പോകാൻ പറ്റുമോ? നമ്മൾ ആകെ 4 വാല്യൂ കാണാൻ പഠിക്കുന്നുള്ളൂ. അത് അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, അത് മാത്രം പഠിച്ചാൽ. അതുകൊണ്ടാണ് ഡയറക്റ്റ് ചെയ്ത് ഇട്ട് കൊടുത്തത്. ഓക്കെ, അതുകൊണ്ട് ഈ മെത്തേഡ് പോകണ്ട. ഇത് പോയ പ്രശ്നമാണ്, കാരണം നമുക്ക് ഇത് അറിയില്ലല്ലോ. ഒരു ഇക്വേഷനിൽ ഒരു അൺനോൺ ഉണ്ടാവാൻ പാടുള്ളൂ, 2 അൺനോൺ വന്ന് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അവിടെ നമുക്ക് 2 ഇക്വേഷൻ വേണ്ടി വരും. മാത്തമാറ്റിക്സിന്റെ റൂളാണ് കേട്ടോ. ഒരു ഇക്വേഷനിൽ ഒരെണ്ണം. ഇവിടെ നമുക്ക് ഇതും അറിയില്ല, സ്പീഡ് ഓഫ് ലൈറ്റിൻ ഇതും അറിയില്ല, അപ്പൊ ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഇത് ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ തന്നെ ചെയ്തു പോകേണ്ടത്. ഓക്കെ, പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, തിരിച്ചെടുക്കുന്ന കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. VWG NWG ആണെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു ഗ്ലാസ് അല്ലേ, അപ്പൊ ഗ്ലാസ് ആയിരിക്കണം മുകളിൽ വരേണ്ടത്. വിത്ത് റെസ്പെക്ട് ടു വാക്വം ചെയ്തപ്പോൾ വാക്വം മുകളിൽ വന്ന പോലെ ഇവിടെ വിത്ത് റെസ്പെക്ട് ടു ഏത് മീഡിയ ആണോ അതായിരിക്കും. അതിന്റെ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ഞാൻ ചെയ്തു തരാം, അതിന്റെ പ്രോബ്ലം കേട്ടോ. അത് ഇതും കൺഫ്യൂസ്ഡ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രോബ്ലം ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി ഇന്ന് പഠിപ്പിച്ചാൽ എന്തെങ്കിലും സംശയമുള്ളവര്, ഓക്കെ, ഈ ടോപ്പിക്കിൽ കാൽക്കുലേഷൻ ചെയ്താൽ എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ നിന്നാ മതി, ബാക്കിയുള്ളവർ ലെഫ്റ്റ് ആയിക്കോളൂ. ഓക്കെ, താങ്ക് യു, ഹാവ് എ നൈസ് ഡേ. Thank you, sir. Thank you, sir. Thank you, sir. Thank you, sir. Thank you. Okay. Thank you, sir. Okay. ചോദിച്ചു. സാർ ഇപ്പൊ ചെയ്ത ക്വസ്റ്റ്യൻ ഒന്നുകൂടെ കാണിച്ചു തരാമോ, എങ്ങനെയാ വരുന്നതെന്ന് ചെയ്യുന്നതെന്ന്?